നിർമ്മാണത്തിലേക്ക് കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വിത്തുകളും മറ്റ് സാമഗ്രികളും നമ്മൾ കർഷകരിലേക്ക് എത്തിച്ചു. ഒപ്പം തന്നെ അതിനുശേഷം വന്നിട്ടുള്ള കൊറോണ കാലത്ത് നമ്മുടെ ഇടപെടലിലൂടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അത് അനുഭവിച്ചു കഴിയുന്നവരിലേക്കായിട്ടുള്ള ജീവൻ രക്ഷാ മരുന്നുകളുമായിട്ടും അതിന്റെ സാനിറ്റൈസറും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പം അതിനുശേഷം വന്നിട്ടുള്ള എന്താ പറയുക സാമ്പത്തിക വീഴ്ചകളിൽ കലാകാരന്മാർക്കും നമ്മുടെ കർഷകർക്കും ഒക്കെ കൈത്താങ്ങായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇന്ത്യയെ സ്നേഹിക്കുന്ന ഈശ്വരയെ സ്നേഹിക്കുന്നവരുടെ കൂട്ടായ്മയാണ്. ഓക്കെ, അപ്പോ ഇത് ഈ അട്ടപ്പാടിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളെ പ്രകൃതിയെ സ്നേഹിക്കാൻ പഠിപ്പിച്ച വലിയൊരു കവിയത്രി പുനർജന്മം നൽകിയ ഒരു സ്ഥലം കൂടെയാണ് അല്ലേ? ആരാ? സുഗതകുമാരിയമ്മ അല്ലേ? സുഗതകുമാരിയമ്മ നമ്മുടെ പ്രോഗ്രാം ആ അമ്മ കാരണമാണ് ഇന്ന് ഈ കാണുന്ന പച്ചപ്പ് ബാലൻസ് ഇവിടെ വെക്കാൻ. ഈ എന്താ പറയുക, ഈ കാടിനെ മുഴുവൻ നശിപ്പിച്ചുകൊണ്ടിരുന്നവരെ ഇവിടെ നിന്ന് ഓടിച്ച് കൃഷ്ണവനം എന്ന് പറയുന്ന ഒരു വലിയൊരു വനം പ്രദേശം തന്നെ പുനഃസ്ഥാപിക്കാൻ ഒന്നും ചെയ്തിട്ടില്ല. അത് കെട്ടി അതിനകത്തേക്ക് മനുഷ്യരെ കടത്താതെ നിന്നപ്പോൾ ആ കൃഷ്ണവനം എന്ന് പറയുന്ന അവിടുത്തെ വനം ഇന്ന് വളരെ ഗംഭീരമായിട്ട് നല്ല ആംബിയൻസോടെ മറ്റ് വനങ്ങളെ കഴിഞ്ഞ് ഗംഭീരമായിട്ടാണ് നിൽക്കുന്നത്. ഒരുപക്ഷെ സുഗതകുമാരി അമ്മ അതിനെ സ്നേഹിച്ചത് കൊണ്ടായിരിക്കാം അവിടുത്തെ മുളകളും മരങ്ങളും ഒക്കെ തന്നെ ചന്ദന മരങ്ങൾ കുറേയേറെ നട്ടിട്ടുണ്ടായിരുന്നു. ആ കൃഷ്ണവനം കാണാൻ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് സമയം കിട്ടുന്നില്ലെങ്കിൽ ഇനി വരണം, പോകണം, കുടുംബമായിട്ട് അതിനകത്ത് കുറച്ച് സമയം കഴിയണം. ആ അമ്മ പാടിയ ചൊല്ലിയ ഈ പ്രകൃതിക്ക് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി, നമുക്ക് വേണ്ടി എഴുതിയ ഒരു 2 വരി ചൊല്ലിക്കൊണ്ട് നമുക്ക് ഈ പരിപാടി തുടങ്ങാം. ഒന്ന് എനിക്ക് തോന്നുന്നു വേണ്ടി ഒരു തൈ നടാം, വേണ്ടി ഒരു തൈ നടാം, നമുക്ക് നാളേക്ക് വേണ്ടി തൈ നടാമെന്ന് ചൊല്ലിയ പഠിപ്പിച്ച പ്രകൃതിയെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച മഹാത്മാവിന് മുമ്പിൽ പ്രണമിച്ചുകൊണ്ട് നമുക്ക് ഈ ജൈവസംരക്ഷണ സമിതിയിലേക്ക് ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ സമയവും ഒക്കെ വളരെ ഷോർട്ടായിട്ടുള്ള ഇതാണ്. സാർക്ക് 1 മണിക്കൂറാണ് പറഞ്ഞത്. 1 മണിക്കൂർ കൊണ്ട് ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല എന്നെനിക്കറിയാം സർ. പ്ലീസ് അപ്പോൾ നമ്മളോട് സഹകരിക്കുക. സാറേയും നിങ്ങൾ എല്ലാവരെയും സംഘത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതിനാണ് അരിപറ്റി കൊണ്ടുവന്നത്. അപ്പോൾ അതിൽ തന്നെ നമ്മളിപ്പോ വെടിയമ്പലം ഉണ്ടാക്കാൻ ശ്രമമുണ്ട്. എല്ലാ സ്ഥലത്തും വെടിയമ്പലം സൃഷ്ടിച്ച് അവിടേക്ക് പോയി അവിടേക്ക് നമ്മുടെ സാധനങ്ങൾ വിൽക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കും. കേരളം ഒന്നിക്ക് ഉണ്ടാക്കണമെന്നാണ് നമ്മുടെ താല്പര്യം. ഇപ്പൊ തന്നെ എണ്ണത്തിനുള്ള താല്പര്യങ്ങളായിട്ടുണ്ട് വഴിയെങ്കിലൊക്കെ. അപ്പോൾ അതിന് ആരോഗ്യം എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കുന്നത് മാത്രമല്ല, കൃഷി ചെയ്യൽ മാത്രമല്ല, നല്ല ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി അത് കഴിക്കാൻ നമ്മളിപ്പോ ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്ന ഒരു പ്രശ്നം മലമൂത്ര വിസർജനം ചെയ്യുന്നത് പൊതുസ്ഥലത്താകരുത് എന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ പൊതുസ്ഥലത്തെത്തിയാൽ എവിടെ ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഇന്നൊരു ധാരണയില്ല. എല്ലാവരും വളരെയധികം ബുദ്ധിമുട്ടിട്ട് വീട്ടിൽ നിറങ്ങിയ 2 വീലറിന് 2 ആൾ കൂടി പോകുന്നു, അല്ലെങ്കിൽ 4 ചക്രമുള്ള വാഹനങ്ങളില് 3 4 ആൾ കൂടി പോകുന്നു. അത് എവിടെ ഒന്ന് മൂത്രമൊഴിക്കണം, എവിടെ ഒന്ന് കത്തി നോക്കണം എന്നുള്ളത് അറിയാത്ത അവസ്ഥയാണ്. ഇത് പിടിച്ചു നിർത്തുന്നത് ഏറ്റവും അധികം ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. ആ പ്രശ്നം നമുക്ക് പരിഹരിക്കപ്പെടണം. റോഡരികിൽ നമ്മുടേതായ വഴിയമ്പലങ്ങൾ, അവിടെ വളരെ വൃത്തിയുള്ള ഹൈജീനിക് ആയിട്ടുള്ള ടോയ്ലറ്റുകളുള്ള സ്ഥലങ്ങൾ ഉണ്ടാക്കണം. അത്രയും വൃത്തിയിൽ അത് ഉണ്ടാക്കാനുള്ള ശ്രമത്തിനാണ് നമ്മളിപ്പോൾ. അത് വളരെ അതിന് കാശ് വാങ്ങിയിട്ടല്ല, ഫ്രീ ആയിട്ട് അതിനുള്ള സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമ്മുടെ പ്രധാന ലക്ഷ്യമാണ്. അപ്പോൾ അവിടെ നല്ല ഭക്ഷണം കിട്ടും, ഇതിനുള്ള സൗകര്യം ഉണ്ടാവും. ആർക്ക് വേണമെങ്കിൽ മഴയൊക്കെ തീരി വെക്കാം. അതുപോലെ ഇതിനൊരു ആവശ്യമില്ല പറ്റുന്നത് ഭക്ഷണം കഴിക്കാം, അതല്ലെങ്കിൽ ഈ ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഉപയോഗിക്കാം. അത് നമ്മുടെ ഒരു പ്രധാന ലക്ഷ്യമാണ് ഇപ്പൊ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. അത് വളരെ വൃത്തിയായി ഇന്നിപ്പോ നമുക്ക് ബാത്റൂമുകളിലുള്ള ഹോട്ടലുകളൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ ചെന്നാൽ നമ്മൾ കുട്ടിക്കാലത്ത് കഴിച്ച ഭക്ഷണം അടക്കം ഛർദ്ദിക്കുന്ന മാതിരിയുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടുന്ന് രോഗങ്ങൾ ധാരാളം പകരാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. ആ സ്ഥലം വളരെ വൃത്തിയായിട്ടുള്ള ഒരു ഏരിയ. നമുക്ക്
ഇടയിൽ ഉണ്ടാക്കാനുള്ള അവിടെ നമ്മുടെ പച്ചക്കറികളും സാധനങ്ങളും വിൽക്കാനുള്ള ശ്രമിക്കുന്നത് എല്ലാം കൂടി ചേർന്നുകൊണ്ട് മാതൃകാ കൃഷിത്തോട്ടമായി കൊണ്ടുള്ള ചെറിയൊരു സ്ഥലം. ഇതാണ് ഇപ്പോൾ നമ്മൾ ലക്ഷ്യമിടുന്നത്. അതിനുള്ള പരിശ്രമത്തിലാണ് നമ്മളൊക്കെ. ഞാൻ വളരെയധികം സംസാരിക്കുന്നില്ല, നമ്മുടെ സമയം വളരെ കുറവാണ്. ആ രോഗം വരാത്ത അവസ്ഥയാണ് നമ്മളിപ്പോൾ ആലോചിക്കുന്നത്. ആ രോഗം വരാത്ത അവസ്ഥ വന്നാൽ അതിന്റെ ഒരു സാമ്പത്തികം നമ്മൾ പ്രധാനമായും ഉദ്ദേശിക്കുന്നില്ല. അവിടെ എന്റെ ഇതിന് അലോപ്പതി ആയാലും ആയുർവേദ ആയാലും ഹോമിയോപ്പതി ആയാലും എല്ലാം നമുക്ക് വേണ്ടതാണ്. ഒന്നും ശത്രുവായിട്ട് നമ്മൾ കാണുന്നില്ല, അവർ കാണുന്നുണ്ടോ നമുക്ക് അറിഞ്ഞോളാം. പക്ഷെ എല്ലാവരും നമുക്ക് വേണം. ഇപ്പൊ ആയുർവേദത്തിൽ ചികിത്സയ്ക്ക് പോകുമ്പോൾ നമുക്കൊരു സ്കാനിങ് വേണമെങ്കിൽ അവിടെ നോക്കില്ല. സ്കാനിങ് അലോപ്പതിയുടെ ഭാഗമായിട്ടാണ് വിൽക്കുന്നത്. അപ്പൊ ഇതെല്ലാം കൂടി ചേർന്ന ഒരു രൂപമാണ് നമുക്ക് വേണ്ടത്. നല്ല ഭക്ഷണം വേണം, നന്നായിട്ട് ജീവിക്കാനുള്ള സൗകര്യം വേണം. ഇതെല്ലാം കൂടി ചേർന്നാലേ സ്വസ്ഥവൃത്തമാകുള്ളൂ. ആ സ്വസ്ഥവൃത്തത്തിലേക്കാണ് നമ്മളെ ആലോചിക്കുന്നത്. അത് ഈ ചികിത്സാ രീതിയിലും ഉണ്ടെങ്കിലും ഒരു സ്ഥലത്തും അവരാരും ശ്രദ്ധിക്കാറില്ല. പക്ഷെ നമ്മളത് ശ്രദ്ധിച്ചേ പറ്റും എന്ന് ആദ്യമായി നിർമ്മാണ രീതിയാണ് നമ്മളെ പഠിപ്പിക്കാൻ നേരിട്ടുള്ളത്. കൃഷ്ണ സാറിനെ സെഷനിലേക്കോ ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. എനിക്ക് തോന്നുന്നു 56 സംസ്കാരങ്ങൾ ലോകത്ത് അറിയപ്പെടുന്നതായിട്ടുണ്ട്. ഇത്തരം സംസ്കാരങ്ങളിൽ കർഷകന്റെ ഔന്നിത്യം ഇത്രയും ഭംഗിയായിട്ട് ഏറ്റവും ക്രിസ്പായിട്ട് ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഉഴുതുണ്ട് വാഴുക. അവനാണ് ഉഴുതുണ്ട് വാഴുക. കർഷകൻ അവനാണ് വാഴുന്നത്. മറ്റുള്ളവർ ഏത് മാനത്ത് പൊങ്ങി പറഞ്ഞാലും തൊഴുതുണ്ട് പിൻചൽ പടം. സാർ നമ്മളിപ്പോ എല്ലാവരും മാന്യന്മാരാ. എന്തുകൊണ്ടാ തട്ടിയിട്ടാ വന്നത്? അതുകൂടെ ജ്യൂസും തന്നു. മനസ്സിലായില്ലേ? 1 മണിക്ക് കിട്ടണം. ആ 1 മണി 1:30 ആയി കഴിഞ്ഞാൽ സ്വഭാവം മാറുക. 2 മണി ആയി സ്വഭാവം ഒന്നുകൂടി മാറുക. മനസ്സിലായില്ലേ? ഒക്കെ കറക്റ്റ് ആണെങ്കിൽ നമ്മൾ എല്ലാവരും മിടുക്കന്മാരാണ്. ഉപചാരമാകട്ടെ, ആ പേനൊന്നും തരുമോ പ്ലീസ്? അപ്പൊ ചോദിക്കും. ഇതങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഉപചാരം ചോദിക്കലൊന്നുമില്ല. മനസ്സിലായില്ലേ? പെട്ടെന്ന് പോരാന്നുള്ളത് തന്നെ ഇവിടെ വരെയുള്ളൂ. ഇവൻ ഓക്കെ ആണെങ്കിൽ നമ്മൾ എല്ലാവരും ഓക്കെയാണ്. ഇവൻ എന്നും ഓക്കെ അല്ലാതാവുന്ന അന്ന് തീരും ഈ മര്യാദയും ഈ വക ഫോർമാലിറ്റിയും ഈ വക സകല പരിപാടി. ആഫ്രിക്കയിൽ നിന്ന് കിട്ടുന്ന ലക്ഷണങ്ങൾ, നമ്മുടെ തൊട്ടപ്പുറത്തെ രാജ്യങ്ങളിൽ കിട്ടുന്ന ലക്ഷണങ്ങളൊക്കെ തന്നെയാണ്. ഭക്ഷണം തന്നെയാണ്. ഓക്കെ, ഞാൻ നെല്ലിൽ ജനിച്ച് നെല്ലിൽ വളർന്ന് നെല്ലിൽ വിവാഹം കഴിച്ചിട്ടുള്ള ഒരാളാണ്. ഞാൻ വിവാഹം കഴിക്കുമ്പോൾ എനിക്ക് 10,000 രൂപ ശമ്പളമുണ്ട്. 1 ലക്ഷം രൂപയായിരുന്നു വിവാഹത്തിന്റെ ചെലവ്. അച്ഛനെ ആശ്രയിച്ചു. അച്ഛൻ എന്റെ മുന്നിൽ കിട്ടിയ പൈസ കൊണ്ട് തന്നെയാണ് എന്റെ വിവാഹം നടന്നിട്ടുള്ളത്. അപ്പൊ ഇതാണ് ഒരു യാഥാർത്ഥ്യം. ഇത് വെച്ചുകൊണ്ട് ഞാൻ എന്റെ സബ്ജക്റ്റിലേക്ക് കിടക്കാം. എഴുതിയെടുക്കണം എന്നുള്ളവർക്ക് എഴുതിയെടുക്കാം. ഞാനൊരു പുതിയ കാര്യമാണ് പറയുന്നത്. അപ്പൊ ഞാൻ ആയൊരു മൂഡിലായിരിക്കും ഞാൻ പോവുക. ഓക്കെ, ആയുർവേദം എന്താണ്? ആയുർവേദം എന്താണ്? ആയുർവേദം ആയുസിന്റെ വേദം. വേദം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിവേന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ ആയുസിന്റെ അറിവാണ് ആയുർവേദം. ആരുടെ? മനുഷ്യന്റെ. മനസ്സിലായില്ലേ? അങ്ങനെയെങ്കിൽ മനുഷ്യന്റെ ആയുസിന്റെ അറിവാണ് ആയുർവേദമെങ്കിൽ സസ്യങ്ങളുടെ, വിളകളുടെ, വൃക്ഷങ്ങളുടെ ആയുസിന്റെ വേദമാണ് വൃക്ഷ ആയുർവേദം. വൃക്ഷസ്യ ആയുർവേദ വൃക്ഷായുർവേദം. ഇങ്ങനെയാണ് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പറയുന്നത്. മൃഗായുർവേദം വേറെ ഉണ്ട് കേട്ടോ, മൃഗങ്ങളുടെ. അപ്പൊ നമ്മൾ ചോദിക്കും, എന്താണ് ഇപ്പൊ ഇത് ഇങ്ങനെ? കാരണം ഇത് അഥർവവേദത്തിൽ വരുന്നതാണ്. അപ്പൊ അതിന്റെ ആയുർവേദം എന്ന് അതിന്റെ മറ്റൊരു ഓഫ് ഷൂട്ടാണ് വൃക്ഷ ആയുർവേദം. അപ്പൊ അങ്ങനെ വരുമ്പോ ഇതിനെങ്ങനെയാണ് നമ്മുടെ ഒരു സയന്റിഫിക് ലോജിക്കുമായിട്ട് നമ്മൾ ഇതിനെ കണക്ട് ചെയ്യുക? പറയുന്നതിന്റെ ലോജിക്ക് വേണമല്ലോ, യുക്തി ഉണ്ടെങ്കിൽ നമ്മളത് കേൾക്കുള്ളൂ. മറ്റൊരു വിശ്വാസമാണ്. വിശ്വാസത്തിന് യുക്തി വേണമെന്നില്ല, അന്തമാണ്. അപ്പൊ എന്താണ്? ഞാൻ മോഡേൺ സയന്റിസ്റ്റ് ആണ്. മോഡേൺ കൃഷിശാസ്ത്രം പഠിച്ച് മണ്ണ് ശാസ്ത്രത്തിൽ ഗവേഷകനായി, ശാസ്ത്രജ്ഞനായി. ഇത് കൂടാതെ ഹൈദരാബാദ് പോയി 2 കൊല്ലം അതും അഭ്യസിച്ചിട്ടാണ് ഞാൻ ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് വന്നത്. 2015 ഞാനിത് അറിയുന്നത്. അതിനു മുൻപേ ഞങ്ങൾ എവിടെയൊക്കെ കേട്ടിട്ടുണ്ടത് വൃക്ഷായുർവേദം, ചാണക്യൻ, കൗടിന്യൻ ഒക്കെ കേട്ടിട്ടുള്ളൂ. അപ്പോൾ 2000 പ്ലാനിംഗ് ബോർഡ് ഒരു വർക്ക്ഷോപ്പ് നടത്തി. അപ്പൊ ആ വർക്ക്ഷോപ്പില് തെരഞ്ഞെടുത്ത കൃഷി ഓഫീസർമാരെ അതിൻ്റെ അകത്ത് വിളിച്ചു. ഞാനും അതിനകത്ത് ഒരാളായിരുന്നു. ഞാൻ ഏറ്റവും നല്ല കൃഷി ഓഫീസറായിരുന്നു 2008 കേരളത്തിന്റെ. അപ്പൊ അങ്ങനെയാണ് എനിക്ക് ക്ഷണം കിട്ടുന്നത്.
അപ്പൊ വയ്യൽ നെന എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ, അദ്ദേഹമാണ് ഇത് മണ്ണടിഞ്ഞു പോയ ഈ ഒരു സാധനത്തിന് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പോയി കയ്യെഴുത്ത് കുത്തി കണ്ടെത്തി ഇക്രിസൈറ്റിലെ പാത്തോളജിസ്റ്റ് ജോലി രാജിവെച്ച് ഇന്ത്യ അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റി എന്നൊരു സൊസൈറ്റി ഉണ്ടാക്കിയ ഫൗണ്ടേഷൻ ശിഷ്ടകാലം ഇതിനു വേണ്ടി ജീവിച്ചു. ഹി വാസ് 92 വയസ്സായിരുന്നു ഞങ്ങളെ അവിടെ അഭിസംബോധന ചെയ്യുമ്പോൾ. ആ മനുഷ്യനെ വീൽ ചെയറിൽ കൊണ്ടുവന്നു. അദ്ദേഹത്തെ കാണാനുള്ള ഭാഗ്യമുണ്ടായി. അദ്ദേഹം പറഞ്ഞു 2 ഫാക്കൽറ്റി വന്നത്, ഒന്ന് സിലിഗുഡിയിൽ നിന്നും മറ്റൊരു ഫാക്കൽറ്റി വന്നത് ഉദയ്പൂരിൽ നിന്നായിരുന്നു. ഇത് തന്നു പോയി. കേരളത്തിൽ 2015 മുണ്ടകൻ പുറപ്പ്, ഞാനത് നാഗേശ്വരിയിൽ കൃഷി ഓഫീസറാണ്. അപ്പൊ അല്ല, അഷ്ടാംഗമുണ്ടി ഇവിടെ ഉണ്ട്. ഉണ്ടി അറിയപ്പെടുന്നത് അഷ്ടാംഗമുണ്ടി എന്നാണ്. അപ്പൊ ഞാനന്ന് ഇരിക്കുന്ന സമയത്ത് ഈ ആമക്കാവ് വെടിക്കെട്ട് കമ്മിറ്റി ചെയ്തു. ആമക്കാവ് ഞങ്ങൾ അറിയാം, ഞങ്ങളുടെ പാലക്കാട് തൃശ്ശൂർ എന്ന് വെച്ചാൽ ഞങ്ങൾ വേലകളുടെ പൂരങ്ങളുടെ നാടാണ്. അപ്പൊ ഈ വെടിക്കെട്ട് നടത്താനായിട്ടൊരു കമ്മിറ്റി ചെയ്തു ആമക്കാവ്. അപ്പൊ അവരടുത്ത് ഞാൻ പറഞ്ഞപ്പോൾ അവർക്ക് 5 ഏക്കർ സ്ഥലമുണ്ട്, സാറ് ഞങ്ങളുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ ചെയ്യാം. അപ്പൊ പടിഞ്ഞാറോട്ട് ഉണ്ണികൃഷ്ണൻ, രാധാകൃഷ്ണൻ, അപ്പൊ അങ്ങനെ ഞങ്ങൾ ചെയ്തു. ഉമ നെല്ലിൽ ഒറ്റഞ്ഞാർ വെച്ചിട്ട് ഞങ്ങൾ ഈ സാധനം ചെയ്തു. അപ്പൊ എനിക്കിത് ആകെ 2 ദിവസം കിട്ടിയ അറിവേ ഉള്ളൂ. ഈ 2 ദിവസം ഇത് ഓക്കെ, ഈ 2 ദിവസം കിട്ടിയ അറിവ് ചോദിച്ചറിയാൻ ആരുമില്ല. കേരളത്തിലെ ചോദിക്കാല്ല. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തേക്ക് നമുക്ക് ചെല്ലാൻ പോലും പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ വന്ന് കിട്ടിയ സാധനങ്ങൾ ചെയ്തു. ഞങ്ങള് ഒറ്റഞ്ഞാറിലെ ഉമാ നെല്ലിലെ മട്ടയരിയിലെ ഞങ്ങൾ ഈ സാധനം ചെയ്തു. എന്താണോ ഗ്രന്ഥങ്ങളിൽ പറയുന്നത്, എന്താണോ ഞങ്ങളെ പഠിപ്പിച്ചത്, അതുപോലെ നെല്ലുണ്ടായി. അപ്പോ ഇത് എന്ന് വെച്ചാൽ ആ നാട്ടുകാരനാണ് മേജർ രവി. അപ്പൊ ഞാൻ മേജർ രവിനെ വിളിച്ചപ്പോ ഞാങ്ങാട്ടിരി, അയാളൊന്ന് ഞാൻ വരാമെന്ന് പറഞ്ഞു. വേറൊരു റെഫറൻസ് വഴിയാണ് എനിക്ക് അങ്ങനെ നമ്പർ കിട്ടുന്നത്. അപ്പൊ ജനുവരി 1 2016 ജനുവരി 1 സിനിമാക്കാരറിയാലോ, തലേ ദിവസം സിനിമാക്കാരുടെ ന്യൂസ് ഒക്കെ അറിയാലോ. ഈ ജനുവരി 1 ഈ മനുഷ്യൻ 4 മണിക്ക് അവിടെ കക്ഷിയുടെ വണ്ടി ഓടിച്ച് 12:30 അവിടെ എത്തുന്നത്. അപ്പോഴേക്ക് ഞങ്ങളുടെ പരിപാടി കഴിഞ്ഞപ്പോൾ കൊയ്ത്തുത്സവം നടക്കും. അപ്പൊ കൊയ്ത്തുത്സവം ഞങ്ങൾ നടത്തി. കൊയ്ത്തുത്സവം നടത്തി അറിയാലോ, ഞങ്ങൾ കൈകൊണ്ട് കൊയ്ത്, പിന്നെ മെഷീനാണ് വന്ന് കൊയ്തത്. ഞാനിങ്ങനെ ഓഫീസിലേക്ക് പോയി നമ്മുടെ മറ്റു കാര്യങ്ങൾ. ഒരു 4 മണിയായപ്പോൾ എന്നെ ഉണ്ണികൃഷ്ണൻ വിളിക്കുകയാണ്. ഓക്കെ സാറേ ഒന്നിട്ട് വരണം എന്ന് പറഞ്ഞു. ഞാൻ എന്താണെന്ന് മനസ്സിലായില്ലേ. ഞാൻ അങ്ങോട്ട് ചെന്ന് ഓഫീസിൽ നിന്ന് ഓഫീസെല്ലാം നേരത്തെ ഈ നെല്ലിങ്ങനെ കൂട്ടിയിട്ടിരിക്കുക. അപ്പൊ നെല്ല് കൂട്ടിയിട്ടിരിക്കുന്ന നെല്ല് കണ്ടപ്പോൾ ഈ രത്നം കൂട്ടി തങ്കം ഇങ്ങനെ കൂട്ടിയിട്ടാൽ എങ്ങനെ ഇതുപോലത്തെ ഒരു അവസ്ഥയാണ്. കാരണം ഇതിൽ അഷ്ടഗുണങ്ങൾ പറയുന്നില്ല. നിറം കൂട്ടാൻ, ശോഭ കൂട്ടാൻ, കാന്തി കൂട്ടാൻ. ഇത് കൊള്ളാൻ ആകെ വിസ്മയഭരിതനായി ഫോട്ടോ ചറപ്പറ കുറെ ഫോട്ടോ എടുത്ത് കൂട്ടി വെച്ചു. ഉടനെ തെടപ്പള്ളിക്ക് ഞങ്ങളുടെ മീറ്റിംഗ് കൂടിയതിനു ശേഷം അന്ന് സിവിൽ സപ്ലൈസ് നെല്ല് കിട്ടുന്നത് 20 രൂപ 50 പൈസയ്ക്കാണ്. അപ്പൊ ഇവര് പറഞ്ഞു, സാറെന്ന് നമുക്ക് സിവിൽ സപ്ലൈസിന് കൊടുക്കണം, നമുക്കത് അരിയാക്കിക്കൂടാ, 5 ടൺ ഉണ്ട്. അപ്പൊ ഞങ്ങളെന്താ ശരി അരിയാക്കാം. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഉടനെ ഞങ്ങൾ പാലക്കാട് മോഹനേട്ടനെ വിളിച്ചു. അപ്പൊ കക്ഷി കൊണ്ടുവരാൻ പറഞ്ഞു. 40% തവിടോട് കൂടിയിട്ട് ഞങ്ങളത് അരിയാക്കി 5 കിലോ 10 കിലോ ക്ലോത്ത് ബാഗിൽ അരിയാക്കി. അപ്പൊ അന്ന് പാലക്കാട് മട്ടം 32 രൂപയ്ക്ക്, 2016 കഥയെ ഞാനേ പറഞ്ഞു, 32 രൂപയ്ക്ക് കിട്ടാനുള്ള. അപ്പൊ ഞങ്ങൾ ഈ അരി വിറ്റത് 1 രൂപയ്ക്കാണ്. 2 ആഴ്ച കൂടെ അരി വിറ്റ് പോയി. തവിട് വിറ്റത് 100 രൂപയ്ക്കാണ്. അപ്പൊ മുന്നിൽ എവിടെയുണ്ട്. അപ്പൊ ഞാൻ ആ സമയത്ത് ചെയ്യുന്ന സമയത്ത് ഒമാനിൽ നിന്ന് മറ്റേ ഏതൊരു രാജകുടുംബത്തിൽ ഒരു ചങ്ങാതി അവിടെ വന്നിരിക്കുന്നുണ്ടായിരുന്നു. അത് വേറൊരു കഥയാണ്. ഞങ്ങൾ എക്കോളജിക്കൽ എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ വേറൊരു സംഗതി കൂടിയുണ്ട്. ഇതൊന്നും പറയാൻ സമയമില്ല. ഓക്കെ, അപ്പൊ ഇത് വിറ്റുപോയി. അപ്പൊ വിറ്റ് പോയപ്പോ എന്തായെന്ന് വെച്ച് കഴിഞ്ഞാല് മാതൃഭൂമി അത്യാവശ്യം നല്ല കവറേജ് തന്നു. കിസാൻ കർഷക ദീപം ഏഷ്യ മറ്റും അതുകൊണ്ട്. അപ്പൊ ഞാൻ ഇതോട് കൂടിയിട്ട് വീണ്ടും ഞാൻ പബ്ലിക്കിലേക്ക് പോയിട്ടുണ്ട്. കേരളത്തിൽ വൃക്ഷായുർവേദം ചെയ്ത ആദ്യത്തെ ഓഫീസും ആദ്യത്തെ സ്ഥലവും കൂറ്റനാട് ആമക്കാവ് വാടശ്ശേരി നാഗലശ്ശേരി കൃഷിഭവനായി. അങ്ങനെ സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു സക്സസ് സ്റ്റോറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ വേദികൾ കിട്ടും. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒഫീഷ്യൽ വേദിയും കിട്ടും. ഇതുപോലെ നിങ്ങളെപ്പോലത്തെ ആൾക്കാർ വിളിക്കും. മാതൃഭൂമി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വന്ന സമയത്ത് എന്താ വെച്ചാൽ ഞാൻ ക്ലാസ്സിൽ ഇങ്ങനെ പോയി കുറെ വന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഇങ്ങനെ ക്ലാസ് കേൾക്കും. അപ്പൊ കുറെ പേര് നമ്മൾ ക്വസ്റ്റൻ അനുസരിച്ച് ചോദിക്കും, സാറിന്റെ ക്ലാസ്സിൽ ഞങ്ങൾ കുറെ എഴുതി വെച്ചു, പക്ഷെ സാർ ഇത് കാര്യം ചെയ്യണം, ഈ ഞങ്ങൾക്ക് പിന്നീട് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് സാർ ഒരു പുസ്തകം എഴുതണം. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ കോവിഡ് വന്നപ്പോൾ എന്തായാലും കുറച്ച് സമയം ബാക്കിയുണ്ട്. പുസ്തകം എഴുതാനായിട്ട് ഇരുന്നപ്പോഴാണ് മനസ്സിലായത് പ്രസംഗിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല പുസ്തകം എഴുതാന്ന് മനസ്സിലായത്. അതുവരെ നമ്മുടെ വിചാരം നേരെ തിരിച്ചായിരുന്നു. ഈ പബ്ലിക്കിനെ ഫേസ് ചെയ്ത് പ്രസംഗിക്കലാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം. പുസ്തകം ഞാൻ 3 കൊല്ലം എടുത്തിട്ടാണ് ഞാൻ ഇങ്ങനൊരു സാധനം ചെയ്തത്. എനിക്ക് 3 കൊല്ലം എടുക്കേണ്ടി വന്നു.
എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് നേരത്തെ അവിടെ പറഞ്ഞ പോലെ ഞാനൊരു പുസ്തകം എഴുതുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഡൽഹിയിൽ ജനിച്ചിട്ടുള്ള ഒരാളാണ്. ഇതിന്റെ ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നതൊക്കെ തന്നെ ഒന്നില്ലെങ്കിൽ സംസ്കൃതം അല്ലെങ്കിൽ സംസ്കൃതത്തിന്റെ മലയാളം ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. കർഷകന് ഇതൊരു പൊടിക്കാത്ത ടൈമിയാണ്. അത് ഈ പൊടിക്കാത്ത ടൈം കർഷകന് കിട്ടിയിട്ട് കാര്യമില്ല. അപ്പൊ മലയാളം വായിക്കാൻ അറിയാവുന്ന ഒരു ഹൈസ്കൂൾ വിദ്യാഭ്യാസമുള്ള ഒരു കർഷകനും ഇതെന്താണെന്ന് മനസ്സിലാവുക. ഒപ്പം തന്നെ കൃഷി പഠിക്കാൻ തയ്യാറായിട്ടുള്ള ഞങ്ങളുടെ കൃഷി ഉദ്യോഗസ്ഥന്മാരും കൃഷിശാസ്ത്രം പഠിക്കുന്ന ആൾക്കാർക്കും ഇതൊരു റെഫറൻസ് ഗ്രന്ഥം കൂടി ആവണം എന്നുള്ള നിലയ്ക്കാണ് ഞാനിത് ചെയ്തത്. അപ്പൊ എന്താ ഈ സയന്റിഫിക് നെയിം കൊടുക്കും. ഈ സയന്റിഫിക് നെയിം കൊണ്ടല്ല, നിങ്ങൾ തെങ്ങിനെ തെങ്ങെന്ന് പറയും, ഞങ്ങൾ കൊക്കോസ് ന്യൂസ് പറയാന്നാ പറയാ. നിങ്ങൾ നെല്ലെന്ന് പറയും, ഞങ്ങൾ ഒറൈസ സത്യങ്ങൾ എന്താ പറയാ. ഞങ്ങൾക്ക് കളിച്ച കളി പഠിപ്പിക്കും, കാരണം ഞങ്ങൾ സയന്റിഫിക് നെയിം പറയും. നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. അപ്പൊ എന്തായെന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പൊ അതില് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരില്ല. ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ഫാക്ച്വൽ എററായി. അപ്പൊ അങ്ങനെ വന്നപ്പോ വെറ്റ് ചെയ്ത് പിന്നെ മലയാളം ടൈപ്പ് ചെയ്യാൻ കൊടുത്തോടി മലയാളം ടൈപ്പ് ചെയ്ത് കുട്ടിയുടെ മലയാളം കണ്ടപ്പോ ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും നമുക്ക് വായിക്കാൻ പറ്റുന്നില്ല. പുതിയ ലിപിയല്ലേ, ഇംഗ്ലീഷ് ഏതാന്ന് പറഞ്ഞപ്പോ എന്തായെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനിത് മലയാളത്തിന് വേണ്ടിയിട്ടാണ്, കേരളത്തിന് വേണ്ടിയിട്ടാണ് മലയാളം ചെയ്തത്. 38,264 സ്ക്വയർ കിലോമീറ്റർ ഉണ്ട് കേരളം. അതല്ലല്ലോ, 33 ലക്ഷം സ്ക്വയർ കിലോമീറ്ററാണ്. ഇന്ത്യന് തെക്ക്, ഇന്ത്യന് വടക്ക്, പടിഞ്ഞാറൻ ഇന്ത്യ, കിഴക്കൻ ഇന്ത്യ, ലോവർ ഹിമാലയ, മിഡിൽ ഹിമാലയ, അപ്പർ ഹിമാലയ. ഓരോ പണി. അപ്പൊ പുസ്തകത്തിന് ഇത് കണ്ടുകൊണ്ട് എനിക്ക് പുസ്തകം എഴുതാൻ പറ്റില്ല. അപ്പൊ ട്രീറ്റ്മെന്റിൽ വ്യത്യാസം വേണം, ഡിസ്കഷനിൽ വ്യത്യാസം വേണം. ഒരു കൊല്ലം എടുത്തു. ഏത് മലയാളത്തിൽ എഴുതിയിട്ടും ഞാൻ പിന്നെയും ഒരു കൊല്ലം എടുത്തിട്ടാണ് ഞാൻ ഇംഗ്ലീഷിലേക്ക് എഴുതാൻ പറ്റിയത്. പബ്ലിഷിന് കിട്ടണ്ടേ. അത് ഇംഗ്ലീഷ് പുസ്തകം കേരളത്തിൽ പബ്ലിഷ് ചെയ്യുന്നതും ഡൽഹിയിൽ പബ്ലിഷ് ചെയ്യുന്ന രണ്ടും രണ്ടാണ്. ഭാഗ്യത്തിന് ഒരാളെ എനിക്ക് ദൈവം കൊണ്ടുവന്ന് തന്നെന്റെ മുന്നിൽ. ആ ആളിലൂടെ എനിക്ക് ഡൽഹിയിൽ നിന്ന് പബ്ലിഷറെ കിട്ടി. ഡൽഹിയിൽ നിന്ന് പബ്ലിഷർ ആദ്യം 2 ചാപ്റ്റർ അയച്ചിറങ്ങി. ഞാൻ 2 ചാപ്റ്റർ അയച്ചു. അവര് എഡിറ്റേഴ്സ് കൂടി ഓക്കെ പറഞ്ഞു. അങ്ങനെ ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഈ പുസ്തകം എഴുതുന്നത്. അപ്പൊ ഇത് ആമസോൺ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാണ്. അപ്പൊ ഇതൊരു ഇന്റർനാഷണൽ ലെവലിലാണ്. ഇതിന്റെ പ്രിന്റിംഗ് വേറെയാണ്, ഇതിന്റെ പേജ് വേറെയാണ്, ഇതിന്റെ പിക്ചർ വേണം. തുടിക്കുന്ന പിക്ചറാണ്, അതുകൊണ്ട് വില കൂടുതലാണ്. ഇത് 400, അത് 200 ഇതിന്റെ ഒരു മാർക്കറ്റിംഗ് ആണ് ഇപ്പൊ എന്റെ മുന്നിലുണ്ട്. മലയാളത്തിന്റെ ആള് ഞാൻ കുറച്ച് പുസ്തകങ്ങൾ കൊണ്ടുവന്നിട്ട് വേണമെന്നുള്ളവർക്ക് ക്ലാസ് ശേഷം ഇത് വാങ്ങിക്കാം. അപ്പൊ മലയാളം പുസ്തകം 230 അവർ 235 പക്ഷെ ഞാൻ 200 കൊടുത്താൽ മതി എന്നുള്ളത് അവർക്ക് പറഞ്ഞവർ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. ഇംഗ്ലീഷ് പുസ്തകത്തിൽ ഞാൻ ഒരെണ്ണം കാണിക്കാൻ കൊണ്ടുവന്നു. ഓക്കെ, ഇനി ഞാൻ എന്റെ ചരിത്രം നിങ്ങളുടെ പറയാൻ പോവാണ്. ഇതാണ് എന്റെ പശ്ചാത്തലം. ഞാൻ എങ്ങനെ ഇവിടേക്ക് എത്തുന്നു, എന്താണ് ചെയ്തെന്നുള്ള കാര്യം. ഞാനിപ്പം ആന്ധ്രാപ്രദേശിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്, പുതുക്കോട്ടയിലുണ്ട്, ഹിമാചൽ പ്രദേശിലെ സോളനിൽ പോയിട്ട് ക്ലാസ് ചെയ്തപ്പം അവിടുത്തെ വൈസ് ചാൻസലർ വന്നിട്ട് പറഞ്ഞു, മിസ്റ്റർ കൃഷ്ണകുമാർ, യു സ്റ്റേ ബാക്ക് ഹിയർ, യു മേക്ക് ഇറ്റ് ഇൻ ഇംഗ്ലീഷ്, ദെൻ യു ഗോ ബാക്ക്, വിൽ ഗിവ് ആൾ ദ ഫെസിലിറ്റീസ്. താമസിക്കാനുള്ള ഫെസിലിറ്റിയും എല്ലാം ഞങ്ങൾ തരാം, നിങ്ങൾ ഇവിടെ നിന്നിട്ട് പുസ്തകം ചെയ്തിട്ട് പോയാൽ മതി. കാരണം അത് ദേവഭൂമിയാണ്, ഹിമാചൽ പ്രദേശാണ്. യു ആർ ഫ്രം ഗോഡ്സ് ഓൺ കൺട്രി, വി നീഡ് യുവർ വിസ്ഡം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ അങ്ങനെയാണ് ഇംഗ്ലീഷിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ വൃക്ഷസ്യ ആയുർവേദക വൃക്ഷായുർവേദക. അപ്പൊ ഇവര് ചാണക്യന്റെ പീരീഡിലേക്കാണ്. അതായത് 3000 വർഷത്തെ ഒരു പാരമ്പര്യമാണ് ഇത് പറയുന്നത്. പിന്നെ ഇതിനെ ഏകദേശം ഒരു കമ്പൈൻ ചെയ്ത ഒരാളാണ് സുരപാലനാണ്. സുരപാലന്റെ ഒരു ഏകദേശ സമയ കാലഗണന പറയുന്നത് 1000 AD-യാണ്. എന്ന് വെച്ചാൽ 1000 വർഷങ്ങൾക്ക് മുമ്പേ. അപ്പൊ എന്താണ് ആയുർവേദം? ആയുർവേദത്തിന്റെ ഒരു ഓഫ് ഷൂട്ടാണ് വൃക്ഷായുർവേദം. അപ്പൊ ഇത് നമുക്കറിയാം, പഞ്ചഭൂത സിദ്ധാന്തം. എന്താണ് പഞ്ചഭൂതം? നമ്മുടെ ഒരു ഏകദേശ കണക്ക് പറയുന്നത് 14 ലക്ഷം ജീവജാലങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടെന്നാണ് പറയുന്നത്. ഗോചരമായതും ദൃഷ്ടി ഗോചരമല്ലാത്തതും 14 ലക്ഷം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഇത് എങ്ങനെ മനസ്സിലാക്കാന്ന് വെച്ചാൽ ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പം ഞങ്ങൾ മണ്ണ് സാമ്പിൾ ചെയ്യുന്ന ആൾക്കാരാണ്. ഞങ്ങള് ഇല എടുത്തിട്ട് ഇലയും ഞങ്ങൾ സാമ്പിൾ ചെയ്യും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത്, മനുഷ്യൻ. അപ്പൊ നമ്മളെ കത്തിക്കുന്ന ആൾക്കാരുണ്ട്, മരിച്ചാൽ കത്തിക്കും, കുഴിച്ചിടുന്ന ആൾക്കാർ. അപ്പൊ കത്തിച്ചാൽ നമുക്ക് എന്താ കിട്ടുക? ചാരം കിട്ടി. ആ മരത്തിനെ കത്തിച്ചാലോ ചാരം കിട്ടി. ആ അലിയുന്ന പട്ടീനെ കത്തിച്ചാലോ ചാരം കിട്ടി. അപ്പൊ സാമ്പിൾസ് നമ്മൾ ഒരു കെമിക്കൽ ലാബിലേക്ക് നമ്മൾ പരിശോധിക്കാൻ കൂട്ടി കഴിഞ്ഞാല് ഞങ്ങളുടെ ആധുനിക ശാസ്ത്രം, ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആധുനിക ശാസ്ത്രജ്ഞനാണ്. ഞാൻ ആധുനിക ശാസ്ത്രത്തിന്റെ യുക്തിക്കകത്തേക്ക് എങ്ങനെ വൃക്ഷായുർവേദത്തെ കൊണ്ടു വെക്കാം എന്നുള്ള അന്വേഷകനാണ് ഞാൻ. അല്ലാതെ ഉടനെ ഇന്ന് മുതൽ ഒരു പശുമതി 30 ഏക്കർ കൃഷിയാണെന്ന് ഞാൻ പറയില്ല. ആധുനിക ശാസ്ത്രത്തിന്റെ ലോജിക്കിനകത്തേക്ക് എങ്ങനെ നിങ്ങൾക്ക് ഈ ആൻഷ്യൻ വിസ്ഡത്തെ കൊണ്ടുവരാം, അതിലൂടെ എങ്ങനെ നിങ്ങൾക്ക് രക്ഷപ്പെടാം, അതിലൂടെ എങ്ങനെ മണ്ണിനെ ഉർവരമാക്കാം, ആരോഗ്യമുള്ളതാക്കാം എന്നുള്ളതാണ് എന്റെ അന്വേഷണം. ഓക്കെ, ലെറ്റ് മീ ക്ലിയർ മൈസെൽഫ്. ആദ്യം ഞാൻ എന്നെ ക്ലിയർ ആക്കാണ്.
അപ്പൊ നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? ഞങ്ങളുടെ ശാസ്ത്രപ്രകാരം 17-18 മൂലകങ്ങളാണ് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ആരോഗ്യ പരിപാലനത്തിന് നമുക്ക് ആവശ്യം. അത് മനുഷ്യനായാലും മൃഗമായാലും ഈ പറയുന്ന മരം. അപ്പൊ നമ്മൾ പരിശോധിച്ചാൽ സാമ്പിൾ ആയാലും ഈ 17 കിട്ടുക, സാമ്പിൾ ബി ആയാലും 17 കിട്ടുക, സാമ്പിൾ സി ആയാലും. അപ്പൊ മനുഷ്യനായി ഞാൻ ക്ലാസ് എടുക്കുന്നത് മനുഷ്യനായി റീഡിങ് ഈ പറഞ്ഞ ഡോക്ടറേറ്റ് ഉണ്ടെന്ന് വെച്ചിട്ട് രണ്ടാളും കൂടുതലൊന്നുമില്ല, ബട്ട് സെയിം ആണ്. അപ്പൊ ഞങ്ങൾ എന്താക്കി ഇതിനെ മേജർ ന്യൂട്രിയൻസ്, സെക്കൻഡറി ന്യൂട്രിയൻസ്, ടെറിഷറി ന്യൂട്രിയൻസ്, NPK മേജർ. അപ്പൊ ടെറിഷറി എന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ? ടെറിഷറി എന്ന് വെച്ച് കഴിഞ്ഞാല് മൈക്രോ ന്യൂട്രിയൻ്റ് ആണ്. ഇപ്പൊ ഞാൻ 70 കിലോ ഉള്ള ഒരാളാണ്. ഈ 70 കിലോ ഉള്ള ആൾക്ക് ഞങ്ങൾ പറയുന്നത് ലോ ഓഫ് മിനിമം എന്ന് പറയും. ഇതിൽ ഒരു മൂലകം ഒരു ട്രേസ് ആയിട്ട് ചിലപ്പോൾ നമ്മുടെ മുഖത്ത് ചന്ദനം തൊടുന്ന പോലെയാണ്. ഈ ചന്ദനം തൊടുന്നത് പോലെ ആ കുറവുണ്ടെങ്കിൽ ബാക്കിയുള്ളതെല്ലാം എത്ര തന്നെ ഉണ്ടായിട്ടും കാര്യമില്ല, ആ കുറവത് കാണിക്കും. ഇതാണ് മോഡേൺ സയൻസിന്റെ ലോജിക്ക്. ഈ ഇതിനെ നമുക്ക് ഒരിക്കലും നിഷേധിക്കാൻ കഴിയില്ല. അപ്പൊ ഇത് അങ്ങനെ വരുമ്പോ ഇത് കൃത്യമായിട്ട് മണ്ണിന്റെ അടിസ്ഥാനത്തിൽ കൃഷി പരിശോധിച്ച് വിള ചെയ്ത് ആ മണ്ണിനെ സമ്പുഷ്ടീകരിച്ചില്ലെങ്കിൽ അതിന്റെ കുറവാണ്. ഇപ്പൊ അതുകൊണ്ടാണ് ഡോക്ടർമാർ പറഞ്ഞത്, പണ്ട് പറയും ആപ്പിൾ എ ഡേ കീപ്സ് ഡോക്ടർ അവേ എന്ന് പറഞ്ഞു. ഇപ്പൊ അത് പറയാൻ പറ്റില്ല. നിങ്ങൾ ആപ്പിൾ കഴിച്ചിട്ട് കാര്യമില്ല, ഡോക്ടറെ ആവാൻ പറ്റില്ല. കാരണം ആപ്പിളിനകത്ത് എന്തില്ല. നേരത്തെ എന്താണോ ആപ്പിൾ ഉണ്ടായിരുന്ന ആ സാധനം ഇപ്പൊ ആപ്പിൾ ഇല്ല. കാരണം ആപ്പിൾ പറ്റുന്ന മണ്ണിൽ ആ സാധനം ഇല്ല. പിന്നെ ഇപ്പോഴത്തെ ആപ്പിൾ കഴിച്ചാൽ ആ കഴിച്ചുകൊണ്ട് നിങ്ങൾ ആശുപത്രിയിലാവും. അതിന് വേറെ കാരണങ്ങളുണ്ട്. കാരണം ഇത് വരുന്നത് ഓസ്ട്രേലിയയിൽ നിന്നും ഈ പറഞ്ഞ ന്യൂസിലാൻഡിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾക്ക് പഠിച്ചിട്ടുള്ള ആൾക്കാരെ MBR മീഥേൻ ബ്രോമൈഡ് 30 ദിവസമാണ് കപ്പൽ ഇവിടെ എത്താനായിട്ട്. നിങ്ങൾ ലുലോ കിലോ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെച്ചു. അവിടെ നിങ്ങൾ ഈ വെച്ച സ്ഥലത്ത് ഒരു ഏരിയനെ കണ്ടാൽ നിങ്ങൾ ഈ ആപ്പിളിനെ വാങ്ങിക്കുക, പല്ലിനെ കണ്ടാൽ വാങ്ങിക്കാം. അപ്പൊ അവിടെ കൊണ്ടുവിട്ടത് ആ ഏരിയയിലൊന്നും ഇവ പരാതിക്കാനുള്ള പരിപാടി ഞങ്ങൾ ചെയ്യും. ഞങ്ങളിതും പഠിച്ചിട്ടുണ്ട്. ഇത് കഴിച്ചാൽ ഇത് വെച്ചു, നീ എന്ത് കഴിക്കുന്നുവോ അതായി നീ മാറുന്നു. ഇതാണ് അഷ്ടാംഗ ഹൃദയം പറയുന്നത്. മത്തി കഴിച്ചിട്ട് നിനക്ക് പറയാൻ കഴിച്ചത് ആകുലിയാണെന്ന്, പക്ഷെ വേർപ്പ് കുറിച്ച് പറയും കഴിച്ചത് മത്തിയാണെന്ന്. ഇത് ആസ് ഡയറക്റ്റ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഓക്കെ, ഇനി അറിയാലോ ഇതിന്റെ മറ്റൊരു തത്വം എന്താണെന്ന് വെച്ചാൽ ത്രിദോഷങ്ങളാണ്. വാദം, പിത്തം, കഫം. കൃത്യമായിട്ട് ലക്ഷണങ്ങൾ നമുക്ക് ഇതിന് നടന്നു പോയാൽ കിട്ടും. വാദമുള്ള മരങ്ങളെ ലക്ഷണം കിട്ടും, പിത്തം. അപ്പൊ ഇതിന്റെ ഒരു ബാലൻസും കൂടിയാണ് നമ്മുടെ ഒരു ശരീരത്തിന്റെ ഒരു ആരോഗ്യാവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ ഇതിലേക്ക് കടക്കാനായിട്ട്. അപ്പൊ വൃക്ഷായുർവേദം പറയുന്നത്, വൃക്ഷായുർവേദത്തിന്റെ ആർക്കും കുറിച്ചെടുക്കാം 12 ശാഖകളാണ്. 1 ബീജോക്തി വിധി. ബീജ് എന്ന് വെച്ചാൽ എന്താണ്? വിത്ത്. വിത്തിൽ ചെലുത്തേണ്ട പരിചരണ മുറകളെയാണ് ബീജോക്തി വിധി. അസാധ്യമായിട്ടുള്ള കുറെ ആൾക്കാർ ഇതിനകത്തുണ്ട്. എന്റെ പുസ്തകത്തിൽ ഞാൻ പറയുന്നത്, എനിക്ക് സമയം ഈ പറഞ്ഞ പോലെ 1 മണിക്കൂറായി കാരണം എനിക്ക് അധികം നടക്കാൻ പറ്റിയില്ല. ഞങ്ങളുടെ ആധുനിക ശാസ്ത്രം പറയുന്നത് 12% ഉൽപാദന വർധനവ് വിത്തിലൂടെയുള്ള പരിചരണ മുറകളിലൂടെ എനിക്ക് കൊണ്ടുവരാൻ. അതുകൊണ്ടാണ് സുബീജം സുക്ഷേത്രതായത് സമ്പദ്യത. നല്ല വിത്ത്, നല്ല ക്ഷേത്രം. ക്ഷേത്രം എന്ന് വെച്ചാൽ എന്താണ്? കൃഷിഭൂമിയിൽ ചെയ്തു കഴിഞ്ഞാല് സമ്പത്തും ഐശ്വര്യവും വരുന്നു എന്നാണ് പറയുന്നത്. ഏത് നമ്മുടെ വേദങ്ങൾ പറയുന്നത്. അപ്പൊ അതാണ് ബീജം. അടുത്തത് രോപന വിധി. രോപന വിധി എന്ന് വെച്ച് കഴിഞ്ഞാല് ഏട്ടജാഗതം കൃത്യമായി പറയുന്നുണ്ട്. തെങ്ങിന് എത്ര കൊടുക്കണം, വാഴയ്ക്ക് എത്ര കൊടുക്കണം, തക്കാളിക്ക് എത്ര കൊടുക്കണം, വഴുതനയ്ക്ക് എത്ര കൊടുക്കണം, കവുങ്ങിന് എത്ര കൊടുക്കണം. ഇതിന്റെ അടിസ്ഥാനം എന്താണ്? ഇതിന്റെ അടിസ്ഥാനം? ഇപ്പൊ വാഴയ്ക്ക് 2 മീറ്റർ 2 മീറ്റർ, കവുങ്ങിന് 3 മീറ്റർ 3 മീറ്റർ. എന്തുകൊണ്ടാണ് 3 മീറ്റർ കൊടുക്കണം എന്ന് പറയാൻ കാര്യം? ഓക്കെ, വേരുകൾ. അടുത്തത് ഇലകൾ. അപ്പൊ ഈ ഇലകൾ തമ്മിൽ മുട്ടരുത്. കാരണം ഇലകൾ നമ്മൾ മുട്ടി കഴിഞ്ഞാൽ ഫോട്ടോസിന്തസിസിനെ പ്രകാശം വരുമ്പോൾ നമുക്ക് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കിട്ടില്ല. നമ്മുടെ ആൾക്കാർക്ക് പലരും പറ്റുന്ന ഒരു കാര്യമാണ് കൊണ്ടുപോയിട്ട് 100 മരത്തിന് 1000 കിലോ. അപ്പൊ അതേ സ്ഥലത്ത് 200 മരം വെച്ച് കഴിഞ്ഞാൽ 2000 കിലോ. നമ്മുടെ ചിന്തിങ്ങനെ കിട്ടില്ല, അത് ഒരിക്കലും കിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം ഇതിനകത്ത് വരും. എന്ന് മാത്രമല്ല ഫ്രീ ആയിട്ട് എന്ത് വരും? മഹാളി അസുഖം വരും. ഇപ്പൊ കവുങ്ങിന് പറ്റുന്ന പറ്റില്ല. ഞാൻ ഈ പറഞ്ഞ ടൂഷനാളൊക്കെ വർക്ക് ചെയ്യുമ്പോൾ പറ്റുന്ന, നമ്മൾ അവിടെ ചെല്ലുമ്പോൾ 1 ഏക്കറിൽ 400 എണ്ണം വെക്കാൻ പറ്റും. നമ്മളെ കണക്ക് പറയാം. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ 10-650 ഉണ്ടാവും. അന്ന് മഹാളി മരുന്നാണ്. ഇക്കൊല്ലത്തെ പോലത്തെ മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ മഹാലിയുടെ പുറകെ പോകാൻ നേരം. അതാണ് നെല്ലിന്റെ 20/15 20/20 1 മണിയാണെങ്കിൽ 20/20 വരെയോ ഒറ്റ ഞായറാഴ്ച 1/1. ഓക്കെ, അത് വേറെ വിഷയം. അടുത്തത് മറ്റേ ബീജോക്തി വിധി, രോപന വിധി, പാദപ വിധി.
ഒന്നിൽ നിന്നും എങ്ങനെ അതിന്റെ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാം? ഗ്രാഫ്റ്റിംഗ് ആണോ, വിത്താണോ, ഈ പറഞ്ഞ കട്ടിംഗ് ആണോ, എയർ ലെയറിംഗ് ആണോ? ഇത് കൃത്യമായിട്ട് അവർ അന്നേ പറഞ്ഞിട്ടുണ്ട്. ജലസേചന പദ്ധതികൾ എങ്ങനെ ദിവസം വേണോ അത് തന്നെ എങ്ങനെ വേണം, കാലങ്ങൾക്കനുസരിച്ചിട്ട്. മഴക്കാലത്ത് വേണ്ട, അതേസമയം ഹേമന്തത്തിൽ എങ്ങനെ വേണം, ഗ്രീഷ്മത്തിൽ എങ്ങനെ വേണം, ശരത്കാലത്ത് എങ്ങനെ വേണം, കൃത്യമായിട്ട് ഓക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അടുത്തത് പോഷണവിധി. പോഷണവിധിയിലെ 2 കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ പറയാനായിട്ട് പോകുന്നത്. പോഷണം ഞാൻ ശരീര വളർച്ചയ്ക്ക്, കായിക വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള വളങ്ങൾ, മാനുവേഴ്സ് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ വളം നിങ്ങളുടെ കൃഷിയിടത്തിൽ നിങ്ങൾ തന്നെയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ എവിടെയും പോയിട്ട് വാങ്ങിക്കുന്നില്ല. കോർപ്പറേറ്റുകൾക്കെതിരെയുള്ള സമരം നമ്മൾ പറയും. കോർപ്പറേറ്റുകൾക്കെതിരെ സമരം ചെയ്യാൻ ഏറ്റവും നല്ല ടൂളാണ് വൃക്ഷായുർവേദം. നിങ്ങൾ ഒരു കോർപ്പറേറ്റ് സാധനം വാങ്ങിക്കുന്നില്ല. നിങ്ങളുടെ വളം നിങ്ങളുടെ മേൽനോട്ടത്തിൽ നിങ്ങളുടെ കൃഷി ഉണ്ടാക്കാൻ. ഇതിന് വലിയൊരു വിപ്ലവം വേറെ എന്താണ് സാർ ഉള്ളത്? പറയൂ സാർ. നിങ്ങളുടെ കീടനാശിനി നിങ്ങളുടെ വളപ്പിൽ നിങ്ങളുടെ മേൽനോട്ടത്തിൽ നിങ്ങൾ ഉണ്ടാക്കാണ്. കോർപ്പറേറ്റ് നമുക്ക് തോൽപ്പിച്ചോടെ. മുദ്രാവാക്യം മാത്രം പോരാ, പ്രകൃതിയിൽ കൂടി സാധനം വേണം. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഇതാണ് ജനാധിപത്യം. വൃക്ഷായുർവേദം നിങ്ങൾക്ക് അവസരം തന്നെയാണ്. ഞാൻ 2 ഇവിടെ പറയുന്നുണ്ട്. അടുത്തതാണ് തനി ചികിത്സാ പദ്ധതികൾ. നിങ്ങൾക്ക് കുമിൾനാശിനി ഉണ്ടാക്കാം, ബാക്ടീരിയ നാശിനി ഉണ്ടാക്കാം, വൈറസ് നാശിനി ഉണ്ടാക്കാം, അക്കാരിസൈഡ്സ് ഉണ്ടാക്കാം. മനസ്സിലായി? ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാം. അതിന്റെ കാര്യം ഇതിനകത്ത് പറയുന്നുണ്ട്. അടുത്ത തരു മഹിമ, നിവാസ സന്ന തരു. ഏതേത് വൃക്ഷങ്ങൾ ആണ് നമുക്കുമായിട്ട് ലയ ചെയ്തു പോകുന്നത്, നമ്മുടെ നക്ഷത്രങ്ങളുമായിട്ട് ലയ ചെയ്തു പോകുന്നത്, ഏതേത് ഭാഗത്ത് ഏതേത് വൃക്ഷങ്ങൾ വയ്ക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് സൗഖ്യം നൽകുന്നത്? സുഖം, സൗഖ്യം. വെൽനെസ് ഇംഗ്ലീഷിൽ പറയാം. വെൽനെസിന്റെ ഒക്കെ മീനിങ് ചെറുതാ. സൗഖ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറൊരു ഡയമെൻഷനാണ്. വൃക്ഷായുർവേദ സൗഖ്യം ഇതാണ് ഞങ്ങൾ ഇടുക്കിയിൽ ചെയ്തത്. ഇടുക്കിയിൽ നിന്ന് എന്റെ 4 ഫ്രണ്ട്സ് ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ 3 ദിവസത്തെ കോഴ്സാണ് ഞങ്ങൾ ചെയ്തത്. 3 ഡേ റെസിഡൻഷ്യൽ പ്രോഗ്രാമാണ്. ഞാനൊരു സജഷൻ ആയിട്ട് പറയുകയാണ്, ഇത് രാമേശ്വരത്തെ ഷൗറാവുള്ളൂ. ഞാൻ 1 മണിക്കൂർ ഒന്നും ആവില്ല, നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവാനും പോകുന്നില്ല. ഞങ്ങൾ 3 ദിവസമാണ് ഞങ്ങൾ ഇടുക്കിയിൽ ചെയ്തത്. A to Z വരെ റെസിഡൻഷ്യൽ പ്രോഗ്രാം താമസിച്ച് കൊണ്ട് ഭക്ഷണം കൊടുത്ത് തനത് ഭക്ഷണം കൊടുത്തുകൊണ്ട് ഞങ്ങൾക്ക് 25ഓളം പേരുണ്ടായി. ഓക്കെ, അപ്പൊ അതാണ് ഇതിന്റെ അടുത്തത്. ഭൂമി നിരൂപണം. ഭൂമിയെ നിരൂപിക്കാം. നിങ്ങളുടെ ലക്ഷണം കണ്ടാൽ പറയാം നിങ്ങൾ ഏത് ഭാഗത്ത് വരുന്നു എന്നുള്ള കാര്യമാണ്. ശരീര മോർഫോളജിക്കൽ ഫീനോട്ടിപ്പിക്കൽ ക്യാരക്ടേഴ്സ് എന്ന് പറയാം. ശരീരത്തിന്റെ നെറ്റി, മുഖം, വരവ് ഇത് കണ്ടു കഴിഞ്ഞാൽ പറയാൻ പറ്റും. മനസ്സിലായി? ജംഗളദേശ, അൻപദേശ, അനുപമദേശ കൃത്യമായിട്ട് പുസ്തകം ഞാൻ പറയുന്നുണ്ട്. സാർ ഇത് അസാധ്യമാണ് ഈ സംഗതി. മനസ്സിലായില്ലേ? അതുപോലെ ചിത്രീകരണ വിദ്യ, ബയോടെക്നോളജിക്കൽ ഇന്റർവെൻഷൻസ്. ഇന്നിപ്പോ നമ്മള് 98-99% മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളെ വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി VIT ഇപ്പൊ നമ്മുടെ ഈ അടുത്ത ഏറ്റവും വലിയ കേന്ദ്രം ബാംഗ്ലൂരിൽ. അവിടേക്കൊക്കെ നമ്മൾ വിടുന്ന ഈ ബയോടെക്നോളജി പഠിക്കാനായിട്ട്. എന്താണ്? പുഷ്പിക്കൽ എങ്ങനെ നേരത്തെയാക്കാം, എങ്ങനെ കായുടെ വലിപ്പം കൂട്ടാം, തേങ്ങയുടെ വലിപ്പം കൂട്ടാം, അടയ്ക്കാക്കുരിയിൽ എങ്ങനെ വലുതാക്കി എടുക്കാം. മനസ്സിലായില്ലേ? കാന്തി എങ്ങനെ കൂട്ടാം, സ്വാദ് എങ്ങനെ കൂട്ടാം, മണം എങ്ങനെ കൂട്ടാം, ഗുണം എങ്ങനെ കൂട്ടാം, കാന്തി എങ്ങനെ കൂട്ടാം. ഇതൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. ഏത് ചിത്രമില്ല. നമ്മൾ അത്ഭുതപ്പെട്ടു ഈ സാധനം. ഏത് ഈ മൊബൈൽ ഭക്ഷണങ്ങൾക്ക് മുമ്പേ. അപ്പൊ ഇതെങ്ങനെ വന്നു നമ്മൾ മനസ്സിലാക്കുന്നത്? അന്നത്തെ രാജ ഉദ്യാനങ്ങളിൽ രാജാവ്, എംപറർ, ചക്രവർത്തിമാര് കഴിച്ചിരുന്ന ഭക്ഷണമായിരുന്നു വൃക്ഷായുർവേദ ഭക്ഷണം. എന്തിനു വേണ്ടി അതുകൂടി വിശദീകരിക്കാം. ഭക്ഷണത്തെ പൊതുവെ നമ്മുടെ ഭാരതീയ തോട്ട് പ്രോസസ് പ്രകാരം 3 ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. എന്താണ്? തമസിക്. തമസിക് എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? ഇരുട്ടാർന്ന ഭക്ഷണം എന്ന് വെച്ചാൽ പഴകിയ ഭക്ഷണം. നല്ലതാണോ? അതുകൊണ്ടാണ് നമ്മുടെ വീട്ടിലത്തെ ആ ചതുരപ്പെട്ടി പൊട്ടിച്ച് കളഞ്ഞാൽ തന്നെ കുറെ പ്രശ്നങ്ങൾ നമ്മുടെ തീരും. കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ക്രോണിക് എയിൽമെന്റ്സ് എന്ന് പറയും. ക്രോണിക് എന്ന് വെച്ചാൽ നമ്മുടെ കൂടി ചങ്ങാതി ഉണ്ട്. മുട്ടുവേദന, പുറം വേദന, റൊമാറ്റിസം, കൈകാൽ വേദന, കഴപ്പ്, ചെന്നി എന്ന് വേണം 100 കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഒരു ഡോക്ടർക്ക് പോയി ഡോക്ടറിന് ചികിത്സ ചെയ്യാന്ന് പറയൂ? ഒരിക്കലും പറയില്ല. അവരെന്താ? അവർ മരുന്ന് തരും. മിക്കവാറും പെയിൻ കില്ലേഴ്സ് ആയിരിക്കും. ഒരു 5 കൊല്ലം പെയിൻ കില്ലർ അടിച്ചാൽ എന്താ സംഭവിക്കുക? എന്താണ് സാർ സംഭവിക്കുക? അല്ലെ? അത് ആ വഴിക്ക് പോകും. മിക്കവാറും വീട് തറവാടായിട്ട് വിടും. അതുവരെ സമ്പാദിച്ചതും പോവും. ഈ ചങ്ങാതിനെ വിട്ടിട്ട് നമുക്ക് എവിടേക്കെങ്കിലും പോകാൻ പറ്റില്ല. എവിടേക്ക് പോകാൻ പറ്റില്ല. ഈ ചങ്ങാതി എപ്പോഴും താഴെ വീഴെന്ന് പറയാൻ പറ്റില്ല. താഴെ വീഴ് സാധാരണ ഹോസ്പിറ്റലിൽ പോകാൻ പറ്റില്ല. റബ്ബർ ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറ്റും. അപ്പൊ എപ്പോഴും ആ കുടുംബം പോയി, എടുത്തോടത്തെ വീടും പോയി, കൊടുത്തടുത്ത വീടും പോയി. ലെവലായിട്ടാണ്.
ഇന്നിപ്പോ ലോകത്ത് വെപ്പൺ ഇൻഡസ്ട്രി ആയിരുന്നു ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഫസ്റ്റ്. ഇന്നിപ്പോ ഡ്രഗ് ഇൻഡസ്ട്രിയാണ് ഏറ്റവും വലിയ ആവശ്യം. മനസ്സിലായാലും ഒന്ന് കൊലവിളിക്കുകയാണ്. മണ്ണിനെ സുരക്ഷിതമാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനെ കഴിയുന്ന, ഞാൻ ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ള ഏറ്റവും നല്ല ടൂൾ എന്താണ് വൃക്ഷായുർവേദമാണ്. നിങ്ങൾ ഈ പഠിക്കുന്ന പല ഓർഗാനിക് സാധനങ്ങളും ഇതിന്റെ മാതാവ് വന്നിട്ടുള്ള വൃക്ഷായുർവേദം. അടുത്ത രജസിക് ആയിട്ടുള്ള ഭക്ഷണം. രജസിക് എന്ന് വെച്ചാൽ എന്താണ്? എരിവ് കൂടിയ, ഉളുപ്പ് കൂടിയ, മധുരം കൂടിയ ഭക്ഷണം നല്ലതാണോ? ഇടയ്ക്കൊക്കെ ആവുമ്പോൾ വല്ലപ്പോഴോ. പക്ഷെ ദിവസമായി എന്ത് പറ്റും? വാങ്ങിയെടുക്കുക. തമിഴിൽ പറയും പുളിച്ച് തകട്ടുക. പുളിച്ച് തകട്ടുമ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യപ്പെട്ടത് എന്തെങ്കിലും ഓർക്കാൻ കഴിയും. പൈത കുറച്ച് തലയിൽ വരുമോ? കാര്യപ്പെട്ട എന്തെങ്കിലും വരും. കാരണം ആദ്യം ഇത് കറക്റ്റ് ആക്കണ്ടേ. വല്ലപ്പോഴേക്കാവും എപ്പോഴായ പ്രശ്നമാണ്. അപ്പോഴാണ് സാത്വിക ഭക്ഷണം. അപ്പോൾ ഉണ്ടാക്കിയ അപ്പോഴത്തെ ഭക്ഷണം. മനസ്സിലായില്ലേ? കഴിയുന്നത് വെജിറ്റേറിയൻ ഭക്ഷണം. കാരണം നമ്മുടെ ഈ ഒരു സംഗതിയുണ്ട്. ഈ ചങ്ങാതിക്ക് ഏതാണ്ട് 25 അടി നീളമാണ് ഉടലിന്. ഈ ഭക്ഷണം നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ വെക്കാം, അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്. ഈ റെഡ് മീറ്റിന് ചുരുങ്ങിയത് 72 മണിക്കൂർ സമയം കാണും. അപ്പൊ എന്ത് പറ്റും? 72 മണിക്കൂറിലൂടെ സഞ്ചരിച്ചിട്ട് വേണം പുറത്തേക്ക് പോകാനായിട്ട്. നമ്മുടെ വെജിറ്റേറിയൻ എല്ലാം തന്നെ 18 മണിക്കൂർ 20 മണിക്കൂർ കാണാം. പഴമാണെങ്കിൽ 12 മണിക്കൂറൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ ഒരു ആരോഗ്യശാസ്ത്രപ്പടി 24 മണിക്കൂർ കൂടി സാധനങ്ങൾക്ക് കിടക്കരുത്. ഈ സാധനം കാലത്ത് എനിക്ക് സാധനം എക്സ്പ്ലെയിൻ ചെയ്ത് പോകാം. ഇത് എപ്പോ കിടക്കുന്നോ അവിടെ നിന്ന് പിന്നെ കോൺസ്റ്റിപ്പേഷൻ, അവിടെ നിന്നാണ് പിന്നെ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. സാർ, ഇതാണ് നിയന്ത്രിക്കുന്നത്. ഇതാണ് എല്ലാ കാര്യവും. ഇപ്പനാണ് നിങ്ങൾ ആരാന്ന് തീരുമാനിക്കുന്നത്, അല്ലേ? അപ്പൊ ഇത് ശുദ്ധമായ നിങ്ങൾ ശുദ്ധമാണ്. അപ്പൊ അതാണ് സാത്വിക ഭക്ഷണം. അപ്പൊ നമ്മൾ ഈ 3 ഭക്ഷണം എടുത്തു കഴിഞ്ഞാല് തമസിക്ക്, രജസിക്ക്, ഇതാണ്. അപ്പോഴാണ് വൃക്ഷായുർവേദം. ഇതൊക്കെ മേലെ വേറെ ഒന്ന് ഇരിക്കും സാർ. അതാക്കും ശ്രേഷ്ഠ ഭക്ഷണം അഥവാ വൈദിക ഭക്ഷണം. അതാണ് വൃക്ഷായുർവേദ ഭക്ഷണം. ബാഹുബലിമാരാക്കുന്ന ഭക്ഷണം. സാധാരണക്കാരെ നിങ്ങളെല്ലാം തന്നെ വേറൊരു ലെവലിലേക്ക് എത്തുന്ന ഭക്ഷണം. അപ്പൊ അന്നത്തെ കാലത്ത് വിക്രമാദിത്യ സദസ്സിൽ ചന്ദ്രഗുപ്ത മൗര്യന്റെ പ്രധാനമന്ത്രിയാണ് ചാണക്യൻ. അസാധ്യ ബുദ്ധിവൈഭവമാണ്. ഞാൻ കുട്ടികളെ വിക്രമാദിത്യ കഥകൾ വായിക്കാൻ കൊടുക്കണം. കുട്ടികളെ പഠിക്കണം, അത് വായിക്കണം. ഈ സാധനം വികസിക്കാൻ ഏറ്റവും നല്ല സാധനം. അതിന്റെ ലോജിക്ക് ഉണ്ട്, ഭാവനയുണ്ട്. പ്രത്യേകിച്ച് സിനിമയിലേക്ക് കിടക്കണമെന്ന ആൾക്കാരൊക്കെ വിക്രമാദിത്യ കഥകൾ വായിക്കണം. അപ്പൊ എന്ത് പറ്റി? ബാഹുബലി ഒരു രാജാവിനെ വേണ്ട. കാരണം രാജോദ്യാനങ്ങളിലായിരുന്നു അവർ ചെയ്തിരുന്നത്. ഒരു രാജാവിനുണ്ട് ഏറ്റവും വലിയ കഴിവെന്താണ് സാർ? അല്ലെങ്കിൽ ഭരണാധികാരി. ഒരു ഭരണാധികാരിക്ക് ഒരു രാജാവിന് വേണ്ട ഏറ്റവും വലിയ ആവശ്യം, ഏറ്റവും വലിയ ഗുണം എന്താണ്? പ്രജകളുടെ തീരുമാനത്തിലെടുക്കാനുള്ള കഴിവ്. ഓൺ ദ സ്പോട്ടിൽ തീരുമാനം. ദർബാർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു മണി അടിക്കുന്നത്. പോയി വിളിച്ചിട്ട് വരാൻ വിളിച്ചിട്ട് വന്നു. എന്താണ് എന്റെ പ്രശ്നം? ആ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാല് ഇന്നത്തെ സുപ്രീം കോടതി നടപടികൾ ഒരു 40 കൊല്ലം കഴിഞ്ഞിട്ട് തീരുമാനം വന്നാൽ പോരാ. ക്ലെയിമന്റും ചേർത്തു, റെസ്പോണ്ടന്റും ചേർത്തു പോയി എന്താ പറയുക? അതെന്ത് വേണം? അവിടെ നിങ്ങൾക്കൊരു തീരുമാനം പറയണമെങ്കിൽ സമാനമായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അന്ന് എന്റെ അച്ഛൻ രാജാവ് ഒരു തീരുമാനം എടുത്തപ്പോൾ അതിന്റെ ഭവിഷ്യത്ത് എന്തായിരുന്നുള്ള കാര്യം ജഡ്ജിയിൽ ആ സമയത്ത് തലയിലൂടെ ഓടണം. ഓർമ്മശക്തി വേണം, ഷാർപ്പായിരിക്കണം, ബ്രില്യൻസ് വേണം, മുൻകൂട്ടി കാര്യങ്ങൾ കാണാൻ കഴിയണം. ഇതൊക്കെ വേണം. കഴിക്കുന്ന ഭക്ഷണമാണ് നീ എന്ത് കഴിക്കുന്നുവോ അതായി നീ മാറണം. അതാണ് അഷ്ടാംഗ ഹൃദയം പറയുന്നത്. അപ്പൊ നീ നല്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ സാധനം വരും. കണ്ടില്ലേ? രാജകല. ബാഹുബലി എല്ലാവരും കണ്ടു കാണുമല്ലോ അല്ലെ? കുന്തളദേശത്തേക്ക് പോയി ഇയാളെ കണ്ടപ്പോൾ കാര്യം അത്ര കാന്തിയാണ് അയാൾക്ക്. നീണ്ട നാസിക, വിശാലമായ നെറ്റിത്തടം. നമ്മുടെ ONV സാറിന്റെ കവിതകളിൽ കേട്ടിട്ടില്ലേ? മസ്റുള്ളതാ കണ്ടില്ലേ? ആ രണ്ടാമത്തേതില്ലേ? മനസ്സിലായില്ലേ? മസ്റുള്ളതാ. രാത്രി മഴ തോർന്ന നേരം സ്നിഗ്ധമാരുടെയും മുടിച്ചാർത്തിലെ മുക്തസങ്കല്പം തടോടി. സ്നിഗ്ധമായിട്ടുള്ള മുടിയുടെ വിരലിൽ വെച്ചാൽ വിരലിങ്ങനെ ഒഴുകി ഇങ്ങനെ പോകണം. ഇങ്ങനെ സാറ്റിൻ തുണി പോലെ. തൊലിപ്പുറം വെച്ച് തൊലി ഗ്ലോ ചെയ്യണം. ഇത് കഴിക്കുന്ന ഭക്ഷണമായിട്ട് ബന്ധമുണ്ടോ ഇല്ലയോ? മനസ്സിലായില്ലേ? നിങ്ങൾ റെഡ് മീറ്റ് കഴിച്ചു കഴിഞ്ഞാല് ഇവിടെ റിഗർ മോർട്ടിസ് സാധനം ഇങ്ങനെ മടക്ക് കയറി വരും. കാമുകന് നിശ്വാസ സൗകര്യം, ഓയിന്റ്മെന്റ് നിശ്വാസ സൗകര്യം കിട്ടണമെങ്കിൽ ഈ നിശ്വാസം പുറകിലൂടെ വന്ന് കാമുകന്റെ നിശ്വാസത്തെ തൊട്ടറിയാൻ മാത്രമുള്ള സംവേദനക്ഷമത അവളുടെ തൊലിപ്പുറത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കവികൾ അന്ന് ആ കാലത്തിൽ അവരുടെ അനുഭവത്തിൽ നിന്ന് മാത്രം കവിതകൾ എഴുതിയത്. റെഡ് മീറ്റ് കഴിഞ്ഞാൽ കിട്ടും, ഈ സാധനം കിട്ടുമോ? മാറ്റി അവർ ചിലപ്പോൾ മനസ്സിലാക്കണമെന്നില്ല. ഇനി അടുത്തത് രാജഭോഗം. രാജാവ് കഴിക്കുന്ന. നിങ്ങൾ തമിഴ്നാട്ടിലേക്ക് ഇവിടുന്ന് കോയമ്പത്തൂർ യാത്ര ചെയ്യുമ്പോൾ
ആ കുനിയമുത്തൂര് അരിശിക്കട തമിഴ്നാട്ടിലെ ഈ അരിശിക്കടയിൽ പോയി കഴിഞ്ഞാല് നിങ്ങൾക്ക് 40 രൂപയ്ക്ക് പൊന്നിയരി കിട്ടും, രാജഭോഗം കിട്ടണമെങ്കിൽ 85 രൂപ കൊടുക്കണം. അപ്പൊ இந்த ராஜபோகம் எங்க இருந்து வந்தது? இந்த ராஜபோகம் வந்தது அங்கே இருந்து. 3000 കൊല്ലം. അപ്പോൾ ഈ ബ്രാൻഡ് വരുന്നത് ചുമ്മാതല്ല, ഇത് വന്നത് അപ്പൊ രാജാവ് കഴിക്കുന്ന ഭക്ഷണം ഭോഗം. അപ്പൊ ഈ ഒരു ബ്രാൻഡ് വരാൻ കാര്യം ചരിത്രത്തിൽ അത് ഇருக்கு സാർ. ചുമ്മാ ഒന്നും സംഭവിക്കില്ല സാർ, ചുമ്മാ ഒന്നും സംഭവിക്കില്ല. നത്തിങ് വിൽ ഹാപ്പൻ ആക്സിഡന്റിലി. ഒരു കോസ് ഇരുന്നാൽ, ഒരു എഫക്ട് ഇരുന്നാൽ അതൊക്കെ ഒരു കോസ് എടുക്കും. ചുമ്മാ ഒന്നും നടക്കാതെ. അപ്പൊ ഇതിന്റെ പുറകെ അപ്പൊ രാജഭോഗമായാലും രാജകലയായാലും ബുദ്ധിയായാലും വൈഭവമായാലും ആരോഗ്യ ദൃഢഗാത്രന്മാരാണ്. ഇന്നത്തെ രാഷ്ട്രീയക്കാരെ പോലെ അണികളെ അടിപ്പിച്ചിട്ട് അവരെ പുറത്ത് സ്കോച്ച് അടിക്കല്ല. യുദ്ധം നടക്കുമ്പോ ഏറ്റവും പുറകിലെ രാജാവിനെ നിൽക്കുക. മനസ്സിലായില്ലേ? അപ്പൊ അപ്പൊ ആ ഭക്ഷണം കഴിച്ചാൽ നിങ്ങൾക്ക് കിട്ടുള്ളൂ. സുമയാണ് ഭിക്ഷായുർവേദം. ഇതിലൂടെ കിട്ടുന്ന ഭക്ഷണത്തിന്റെ പേരാണ് വൈദിക ഭക്ഷണം അഥവാ ശ്രേഷ്ഠ ഭക്ഷണം. ഇത് ബെസ്റ്റ്. ഇതൊക്കെ മേലെ ഇനി വേറെ ഇല്ല. ഇതാണ് ദ ബെസ്റ്റ്. അപ്പൊ അപ്പടിപ്പെട്ട് ഒഴിവാക്കുന്നത്. അപ്പൊ ഞാൻ ഈ ക്ലാസ് എടുത്തപ്പോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഡൽഹിയില് അവിടെ ഡോക്ടർ വന്നു. എനിക്ക് അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറഞ്ഞു, ഒരു ശർമ്മയാണ്. ശർമ്മ എന്റെ അടുത്ത് ഒരു ചോദ്യം ചോദിച്ചു. ഇങ്ങനെ NSOMന്റെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുക. എന്തായിരുന്നു ഇല്ല ആ ഞാൻ ക്ലാസ് എടുത്തതിന് ശേഷം അവരിങ്ങനെ വട്ടമേശയിൽ ഞങ്ങൾ കൂടിക്കൊണ്ടിരിക്കുമ്പോ, സാർ അന്നത്തെ കാലത്തിന് അപ്പൊ ഹിന്ദിയിലാണ് പറയുന്നത്. അപ്പൊ അന്നത്തെ കാലത്ത് ഇത്രയും ജനങ്ങളില്ല, രാസവളമില്ല, യൂറിയ ഇല്ല, ഒരു തേങ്ങയില്ല, കീടനാശിനി ഇല്ല, കാടാണ്, എവിടെ നോക്കിയാലും മനുഷ്യരില്ല, കറുത്ത മണ്ണാണ്. അപ്പൊ അങ്ങനെയുള്ളപ്പോ പിന്നെ എതുക്കാണ് இந்த ടെക്നോളജി ആവശ്യമില്ല. കാരണം എവിടെയിട്ടാണ് കൃഷികളെന്നും കാരണം കറുത്ത മണ്ണാണ്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, സാറ് അതൊക്കെ ശരിയാ, പക്ഷെ ശ്രേഷ്ഠ ഭക്ഷണം കിട്ടില്ല. ശ്രേഷ്ഠ ഭക്ഷണം കിട്ടണമെങ്കിൽ ഇതിലൂടെയുള്ള വളം പുനപ്പ ജലം, പുനപ്പ ഈ പുനപ്പ ജലം 8 ഗുണങ്ങളാണ്. സർവഗുണനായി സമസ്ത ഗുണവർദ്ധി. ഈ സാധനം ഒഴിച്ചാലാണ് അന്യത്ര ഓർഗാനിക് ഫാമിംഗ് ആയിട്ട് ഒരു ഓർഗാനിക് പ്രൊഡക്റ്റ് ആയിട്ട് പോകേണ്ട ആ അരി അല്ലെങ്കിൽ ആ പഴം അല്ലെങ്കിൽ ആ പച്ചക്കറി എന്തായി മാറുന്നു? വൈദിക അരിയായിട്ട് മാറുന്നു. അപ്പൊ അതുകൊണ്ടാണ് അവരത് ചെയ്യാൻ കഴിയും. അല്ലാത്ത സംഭവമൊക്കെ ശരിയാണ്, അത് കീടനാശിക്കുന്നില്ല. പക്ഷെ എന്നിട്ടും അവരെന്തുകൂടി ചെയ്തു കഴിഞ്ഞാൽ ഇതായിരുന്നു എന്റെ കാരണം. അപ്പൊ അവർക്കത് ഓക്കെ, മനസ്സിലായില്ലേ? അപ്പൊ അതാക്കും ഭിക്ഷായുർവേദം. അപ്പൊ നമുക്കിനി പാക്കലാമല്ലേ? ഞാൻ കടന്നോട്ടയിലേക്ക് ഓക്കെ കുറിച്ച് വെച്ചോളൂ. അപ്പൊ നമ്മളെല്ലാം പോഷണവിധിയിലേക്ക് വരികയാണ്. പോഷണവിധി. അപ്പൊ പോഷണവിധിയില് ഇതിന്റെ പേര്, വളത്തിന്റെ പേര് പുനപ്പജലം. പുനപ്പജലം എന്നാണ്. പുനപ്പജലം. ഓക്കെ. അപ്പൊ അവര് കണ്ടെത്തിയ ഒരു കാര്യം, ഇപ്പൊ നമ്മള് നിങ്ങളുടെ ഒരു ശ്രദ്ധ ഞാൻ ക്ഷണിക്കാം. ഇപ്പൊ ഒരു 4 ഏക്കർ സ്ഥലം, ഇത് കുറെ കാലങ്ങളായിട്ട് കൃഷിയൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ എന്നാ ശരി, അന്ന് അവിടെ കൃഷി ചെയ്യാന്ന് വിചാരിച്ച് നമ്മൾ പോവാൻ നേരത്ത് കുറെ മരങ്ങളിൽ നിന്ന് അസാധ്യമായിട്ട് നിൽക്കുന്നുണ്ട്. ചെറിയ ഒഴിപ്പിക്കിയ ഒരു സ്ഥലത്ത് നമ്മൾ സവാരം എടുത്തിട്ട് കുറച്ച് വഴുതിനെ ഇട്ടു, വെണ്ടി ഇട്ടു. മിക്കവാറും ഈ വെണ്ടി വഴുതിനെയും മുളച്ചു വരുമ്പോ എങ്ങനെയായിരിക്കും? ഒരുമാതിരി അല്ലെ, ഒരവസ്ഥയല്ലേ ശോഷിച്ച്. അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ മരങ്ങളൊക്കെ ആരുടെ നിന്റെ അടുത്ത് ഇവിടെ കൃഷി ചെയ്യാൻ വരാൻ കുറഞ്ഞെന്ന് പറഞ്ഞാൽ ആ നിലയ്ക്കാൻ നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ഈശ്വരന്റെ എന്ത് ഈ ഗുണം ഇതിനില്ല, ഏതിനില്ല, നമുക്ക് ഉദ്ദേശിക്കുന്ന താല്പര്യം. അപ്പൊ അവര് മനസ്സിലാക്കി ഈ മരങ്ങളെ ഗംഭീരന്മാരായി നിർത്തുന്ന അത് സിങ്ക് തിങ്, ആ സിങ്ക് തിങ് എവിടെയില്ല, ഇവിടെയില്ല. അപ്പൊ എന്ത് ചെയ്താലാണ് ആ ഗുണം ഇവർക്ക് കൊടുക്കാൻ കഴിയും, അല്ലെങ്കിൽ നമുക്ക് കിട്ടാൻ കഴിയും? അപ്പോഴാണ് അവർ കണ്ടെത്തിയത് പുളിക്കുക, ദഹിപ്പിക്കുക. പുളിപ്പിക്കുക, ദഹിപ്പിക്കുക എന്ന പ്രക്രിയക്ക് വിധേയമാക്കി കഴിഞ്ഞാൽ ആ സത്ത് നിങ്ങൾ കയ്യിലേക്ക് കൊണ്ടുവരാം. അപ്പൊ ആ സത്ത് എവിടെ ഒഴിച്ചാൽ മതി? ഇവിടെ ഒഴിച്ചു കഴിഞ്ഞാൽ ആ ഗുണം ആർക്ക് കിട്ടി? ഇവർക്കും കിട്ടി. അങ്ങനെയാണ് ഇവരുടെ ചിന്താ പദ്ധതി അങ്ങനെ പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇഡലിയുടെ കാര്യം ഞാൻ എവിടെയും പറയുന്നതാ. നിങ്ങൾ അരി ആട്ടിയപ്പോ എന്ത് കിട്ടി? അരിമാവ് കിട്ടി. ഉഴുന്നാട്ടിയപ്പോ എന്ത് കിട്ടി? അപ്പൊ തന്നെ രണ്ടും കൂടി ചേർത്തു ഇഡലി ഉണ്ടാക്കി. എങ്ങനെ ഇരിക്കും സാർ? അത് ദൊഡ്ഡലിതാ ആവും, ഇഡലി ആവാതെ. അപ്പടിത്താനെ. അപ്പൊ ഇഡലി ആവണമെങ്കിൽ എന്ത് വേണം? അത് പുളിക്കണം. പുളിക്കണമെങ്കിൽ ഒരു ഓവർനൈറ്റ് പോകണം. അപ്പൊ ഓവർനൈറ്റ് പോകുമ്പോഴാണ് അത് സപ്പിളായി അത് പലേറ്റബിൾ ആയിട്ട് ഈ സാധനം നീ എടുത്താൽ മതി നിന്റെ ശരീരത്തിൽ കിട്ടുന്നുള്ള അവസ്ഥയിലേക്ക് പുളിക്കുക എന്നുള്ള പ്രോസസ് വരുന്നത്. അങ്ങനെയാണ് മുന്തിരി പുളിപ്പിക്കുന്നത്,
പിന്നീട് യൂറോപ്പിലേക്ക് അവർ വൈൻ ഉണ്ടാക്കുന്നതും ഈ പരിപാടികൾ ചെയ്യുന്നതും ഒക്കെ തന്നെ ഈ ഒരു ടെക്നോളജി വെച്ച് പോകാം മനസ്സിലായില്ലേ. അപ്പൊ അങ്ങനെയാണ് അവർ അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് അവര് ആ ഒരു ടെക്നോളജിയാണ് അവരെടുത്തിട്ട് ഈ വളം ഉണ്ടാക്കാൻ വേണ്ടി അവർ ഉപയോഗിച്ചത് മനസ്സിലായില്ലേ. ആ വളത്തിന്റെ പേരാണ് കുനപ്പജലം. അപ്പൊ ഞാൻ ആദ്യം 2 കുനപ്പ പറയാം. നിങ്ങൾക്ക് നിങ്ങളുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച്, നിങ്ങൾ കൃഷി ചെയ്ത സ്ഥലങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് ഇതിന്റെ ഏതാണോ സൗകര്യം നിങ്ങൾക്ക് അത് ചെയ്യാം. ഇത് 2 വേണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. എന്റെ പുസ്തകത്തിൽ ഞാൻ പ്രത്യേകം പറഞ്ഞത്. എനിവേ ഞാൻ ഇത് 2 പറയാം. നിങ്ങളുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് 1+1 അല്ലെങ്കിൽ 1:1 അല്ലെങ്കിൽ 1 എങ്ങനെ സ്വീകരിക്കാം. ഒന്ന് ഹരിത കുനപ്പജലം. ഓക്കെ, വെജിറ്റേറിയൻ കുനപ്പജലം. ഓക്കെ, ഹരിത കുനപ്പജലം. അപ്പൊ ഇവര് പറയുന്നത്, ഗ്രന്ഥങ്ങളിൽ പറയുന്നത്, ഞാനിപ്പോ 1 ഏക്കറിലേക്ക് 200 ലിറ്ററാണ്. 1 ഏക്കറിലേക്ക് 200 ലിറ്ററാണ് അവരിതിനെ കണക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, പൊട്ടിച്ച പാല് വരാത്ത, പശു കഴിക്കാത്ത, പുല്ലല്ലാത്ത ഇലകൾ വേണം എടുക്കാനായിട്ട്. പൊട്ടിച്ചാൽ പാല് വരാത്ത, പശു കഴിക്കാത്ത, പുല്ലല്ലാത്ത ഇലകൾ. നിങ്ങൾ എവിടെയാണോ കൃഷി ചെയ്യുന്നത് ആ കൃഷി ചെയ്യുന്ന ആ ഒരു പ്രദേശത്ത് കിട്ടാവുന്ന ഇത്തരം ഇലകൾ. ഏതൊക്കെ തരം ഇലകളാണെന്ന കാര്യം ഞാൻ പിന്നീട് കാണിച്ചു തരാം. അടുത്തത്, അത് ചെറുതായിട്ട് മുറിക്കിയത്, കൊമ്പ് കളഞ്ഞ് ചെറുതായിട്ട് മുറിക്കിയത് 20 കിലോ. 20 കിലോ. പശുവിന്റെ ചാണകം, പച്ച ചാണകം 15 കിലോ, ചുരുങ്ങി 15 കിലോ. ഗോമൂത്രം 15 ലിറ്റർ. അപ്പൊ പശു എന്ന് വെച്ച് കഴിഞ്ഞാൽ മദാമ പശു അല്ല, നമ്മുടെ ദേശീയ ഇനങ്ങളാണ്. അപ്പൊ നമ്മളെപ്പോഴും ഈ ഉത്തമത്തിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും മദാമ പശുവിന്റെ ചാണകം ഒന്നും വിളിക്കരുത്, നമ്മൾ അതേ സാധനമാണ്. നാലിട്ട് അത് അധികം അടുക്കാൻ പറ്റില്ല, മനസ്സിലായില്ലേ. അതുകൊണ്ട് നെവർ കാൾ ഇറ്റ് എ സ്കൗഡൻ, യു കാൾ ഇറ്റ് സംതിങ് എൽസ്. ഓക്കെ, അപ്പൊ 15 കിലോ 15 ലിറ്റർ. മുളപ്പിച്ച ഉഴുന്ന് 2 കിലോ. അപ്പൊ നിങ്ങൾക്ക് ആ കറുത്ത ഉഴുന്ന് കിട്ടും. ആ കറുത്ത ഉഴുന്ന് മാർക്കറ്റിൽ പോവുക, നിങ്ങൾ അത് കൊണ്ടുവരിക, അതിന് മുളപ്പിച്ചെടുക്കുക. അപ്പൊ മുള ശേഷിയുടെ ഉഴുന്ന്. അപ്പൊ അത് 2 കിലോ. പിന്നെ പുളിപ്പിക്കാനായിട്ട് ജാഗറി, ഉണ്ടബെല്ലം ഒരു 2.5 കിലോ. അപ്പൊ കഴിയുന്ന ശർക്കര ഒഴിവാക്കുക. അതിന്റെ പ്രിമിറ്റീവ് ഫോമിലുള്ള ഉണ്ട ശർക്കര തന്നെ എടുക്കുക. പാലക്കാട് കിട്ടും, നമ്മുടെ ഈ മേഖലകളിൽ കിട്ടാണ്ട്. തമിഴ്നാട്ടിൽ ഇഷ്ടം പോലെ കിട്ടും. അപ്പൊ നമുക്ക് ഈ സാധനം എടുക്കാം. അപ്പൊ അത് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഇത്രയും നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല്, അപ്പൊ നിങ്ങളിപ്പോ ഇന്നിപ്പോ എന്താണ്, ശനിയാഴ്ച അല്ല ഞായറാഴ്ച. അപ്പൊ ഇന്ന് നമ്മൾ ഞായറാഴ്ച നമ്മൾ ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങളൊരു വ്യാഴാഴ്ച രാത്രിയെങ്കിലും ഉഴുന്നിനെ നിങ്ങൾ രാത്രി വെള്ളത്തിലിട്ട് വെക്കുക. അപ്പൊ അത് കുതിർന്ന് കിട്ടും. നെക്സ്റ്റ് ഡേ കാലത്ത് നിങ്ങൾ അതിനെ കെട്ടി വെക്കുക. ഒരു കോട്ടൺ കൊണ്ട് കെട്ടി വെച്ച് കഴിഞ്ഞാല് ഇത് മുളച്ച് ഇന്നാവുമ്പോഴേക്കും അത്യാവശ്യം മുള കിട്ടും. മുളപ്പിച്ച ധാന്യങ്ങൾക്ക് ന്യൂട്രീറ്റീവ് വാല്യൂ കൂടുതലാണോ കുറവാണോ? ഇപ്പൊ ഞാൻ ഈ ഹിമാലയൻ പ്രാന്തിലുള്ള ഒരാളാണ്. ഞങ്ങളുടെ ഡോക്ടറുണ്ട്, ഞങ്ങൾക്ക് ഹിമാലയൻ പ്രാന്തിലുള്ള കുറച്ച് ആൾക്കാരാണ്. ഞാൻ ഹിമാലയത്തിൽ വെച്ച് പരിചയപ്പെട്ട ആളാണ്. എൻ്റെ കൂടെ ഡോക്ടറുണ്ട്, ഒരു അലോപ്പതി ഡോക്ടറാണ്. ഇപ്പൊ നമ്മുടെ വലിയ സഹയാത്രികയാണ്. അലോപ്പതി ഡോക്ടറാണ്, സർക്കാർ സർവീസിലായിരുന്നു. അപ്പൊ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഈ 10,000 അടി വരെയൊക്കെ നമ്മുടെ ശരീരം നോർമലായിട്ട് ബിഹേവ് ചെയ്യും, മനസ്സിലല്ലേ. 10,000 അടി താണ്ടിന ശരീരം പിന്നെ വേറൊരു രീതിക്കാം. പ്രഷർ ഡിഫറൻസ് വരും, ഇയറിന്റെ ഇത് പോവും, ബാലൻസ് പോവും. അപ്പൊ ഞങ്ങളെപ്പോഴും പറയുക, നിങ്ങൾ ഹയർ ആൾട്ടിറ്റ്യൂഡിൽ ഹിമാലയത്തിലൊക്കെ ട്രക്ക് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കിട്ടുന്ന എപ്പോഴും ഒരു കാര്യം, നിങ്ങൾ ഈ സാത്വിക ഭക്ഷണം എരിവൊക്കെ ഒഴിവാക്കിയിട്ട് കഴിയുന്ന മുളപ്പിച്ച ധാന്യങ്ങൾ കഴിച്ച് ഒരു 2 മാസം ഈ ശരീരത്തെ കണക്കാക്കി വെക്കാൻ പറയും. അപ്പൊ എന്ത് പറ്റുന്ന നമ്മുടെ ശരീരം അവിടെ നോർമലായിട്ട് ബിഹേവ് ചെയ്യും. ഇതൊരു ടിപ്പായിട്ടാണ്, അത് ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ഇത് ടിപ്പായിട്ട് എടുക്കാം. അപ്പൊ ഇതിന് ചില ഗുണങ്ങളുണ്ട്. വൃക്ഷായുർവേദത്തിലെ പല സ്ഥലങ്ങളിൽ ഇത് പറയുന്നുണ്ട്. ഇപ്പൊ നിങ്ങള് ശ്മശാന ഭൂമി കൃഷിക്കെടുക്കരുത്. കല്ലുള്ള കൂർത്ത മുള്ളുള്ള സ്ഥലങ്ങൾ കൃഷിക്കെടുക്കരുത്. ഭൂമി നിരൂപണം ഞാൻ പറഞ്ഞല്ലോ, ഭൂമി നിരൂപണത്തിലുള്ള ക്ലാസ്സുകളാണ്. ജംഗളദേശ, അനുപദേശ, അനുപമദേശ. അതുപോലെ ചെതൽപുറ്റുള്ള സ്ഥലങ്ങൾ, ഉറുമ്പ് കൂടുകൂട്ടിയ സ്ഥലങ്ങൾ കൃഷിക്കെടുക്കരുത്, മനസ്സിലായില്ലേ. അപ്പൊ അങ്ങനെ വരുമ്പോ പ്രശ്നമായി. ഇപ്പൊ നമ്മൾ ഈ എത്രയോ കൂടി ആൾക്കാർ ചത്തുപോയി, മരിച്ചുപോയി, മൃഗങ്ങളൊക്കെ ചത്തുപോകുന്നു. അപ്പൊ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ മരിച്ചിട്ടുണ്ടാവും. അവിടെ അപ്പൊ
നമ്മുടെ ഒരു ഭാരതീയ രീതി പ്രകാരം ഈ മണ്ണിനെ ശുദ്ധമാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ ഇപ്പൊ കത്തിച്ച സ്ഥലമാണെങ്കിലും മറവ് ചെയ്ത സ്ഥലമാണെങ്കിലും നമ്മൾ നവധാന്യങ്ങൾ ഇട്ടിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ശുദ്ധി വരുന്ന വൃക്ഷായുർവേദത്തിൽ കൃത്യമായിട്ട് പറയുന്നത് സുരപാല സൂക്തങ്ങളിൽ ഞാൻ എന്റെ പുസ്തകത്തിൽ കൃത്യമായി പറയുന്നത് നിങ്ങൾ എള്ള് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ സ്ഥലത്തേക്ക് കൃഷി ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഉഴുന്നും എള്ളും വിട്ടിട്ട് അത് പൂവാവണ സമയത്ത് അത് ഉഴുത് ചേർക്കുക. അത് ഉഴുത് ചേർത്ത് കഴിഞ്ഞാൽ ആ മണ്ണ് തയ്യാറായി മനുഷ്യ ഇനി നീ എന്നെ വന്നിട്ട് നീ വിത്തിട്ടോ നീ സുഖമായി ജീവിച്ചോളാൻ തോന്നുന്നു. കാരണം മണ്ണിനെ ഉർവരമാക്കാൻ വീണ്ടും പ്രസവിപ്പിക്കാൻ ആ മച്ചിയായ മണ്ണിനെ വീണ്ടും പ്രസവിപ്പിക്കാൻ ശേഷി ഉണ്ടാക്കാനുള്ള കഴിവ് ഇവർക്കുണ്ട്. ഇതുകൊണ്ടാണ് നമ്മുടെ പാലക്കാടൻ കർഷകർക്ക് പ്രത്യേകിച്ച് നമ്മൾ ഈ പറയുന്ന പോലെ രണ്ടാമത്തെ പഞ്ച കഴിഞ്ഞിട്ട് നമ്മൾ ആ പാടത്ത് കൂട്ടി നമ്മൾ എള്ളോ നെടുന്നോ നമ്മൾ ചെയ്യും. അപ്പൊ ഇതെங்கே ഇருந்து വന്നത്? ഇതെங்கே ഇருந்து വന്നത്? എന്താണിത്? அங்கே இருந்து வந்தது. புரிஞ்சுதா சார்? இது எல்லாம் அங்கே இருந்துதான் வருது. யார் என்ன பேசினாலும் என்ன பேரிட்டாலும் இதெல்லாம் வருது அங்கே இருந்துதான். அப்ப இதோட மாதா வந்து யாரு? தாய் யாரு? தாய் வந்து வൃക്ഷായുർവേദം. ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്പൊ നമ്മളിത് മുളപ്പിച്ചു. എന്നിട്ട് നമ്മൾ ഇരുന്നാണ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഇലകൾ നിങ്ങൾ കണ്ടിരിക്കുക. ഏതൊക്കെ തരം ഇലകള്? പൊട്ടിച്ചാൽ പാല് വരാത്ത, പശു കഴിക്കാത്ത, പുല്ലല്ലാത്ത ഇലകൾ കൊണ്ടുവന്നിട്ട് നിങ്ങൾ അന്നേരം പോയി കൊണ്ടുവന്നിട്ട് നല്ല വെട്ടുകെട്ടി, ചക്ക വെട്ടുന്ന വെട്ടുകെട്ടി മുട്ടി വെച്ചിട്ട് ചെറുതായിട്ട് ചീര കഴിയുന്നത് പോലെ അരിഞ്ഞ് ഈ സാധനത്തിൽ വെക്കുക. എടുത്തിട്ട് ശേഷം ഇത് വേണം നമുക്ക് 4 or 5 അടുക്കുകളാക്കി മറ്റേ ഇതാരാ അതാരോ ഓപ്പറേറ്റ് ചെയ്യാറ്? സിംഗിൾ ആയിട്ട് നമുക്ക് ഓക്കെ. അപ്പൊ നമ്മള് വൃക്ഷായുർവേദത്തിന്റെ വലിയൊരു കഥാപാത്രമാണ് നമ്മുടെ ഈ വീപ്പ. അപ്പൊ 260-270 ലിറ്ററിന്റെ വീപ്പയാണ് 1000 രൂപ കൊടുത്താൽ കിട്ടുന്ന മൂടിയുള്ള വീപ്പ തന്നെ എടുക്കുക. അപ്പൊ ഈ വീപ്പയ്ക്കകത്ത് നിങ്ങള് ഇതിപ്പോ ഞങ്ങള് അതേ SP ആണ്, നമ്മുടെ പാലക്കാട് നിങ്ങളുടെ SP ആയിരുന്നു, വിജിലൻസിന്റെ SP ആയിരുന്നു മറ്റേ സതീഷ്. അപ്പൊ മായന്നൂരിൽ അദ്ദേഹത്തിന്റെ 8 ഏക്കറിലാണ് നമ്മൾ ചെയ്തത്. അപ്പൊ ഒറ്റപ്പാലം NSS കോളേജിലെ ബോട്ടണി പഠിക്കുന്ന പിള്ളേരൊക്കെ വന്നിട്ട് അവരൊക്കെ മറ്റേ വൃക്ഷായുർവേദം വേണ്ടി പഠിക്കാൻ വന്നത് അവരുടെ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട്. അപ്പൊ ഞങ്ങള് അത് ചെയ്തതാണ്. അപ്പൊ നമ്മള് അതിനകത്ത് 4 or 5 അടുക്കുകളാക്കി നമ്മൾ നിറച്ചിട്ട് വെള്ളം ഒഴിച്ച്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്? പൊടിച്ചാൽ പാല് വരാത്ത, പശു കഴിക്കാത്ത, പുല്ലല്ലാത്ത 20 ഇലകൾ ചെറുതായിട്ട് അരിഞ്ഞത്, മുളപ്പിച്ച ഉഴുന്ന് 2 കിലോ, പച്ചച്ചാണകം 15 കിലോ, ഗോമൂത്രം 15 ലിറ്റർ, ഇത് കൂടാതെ ഉണ്ടബലം ഒരു 2.5 കിലോ. മനസ്സിലായില്ലേ? അപ്പൊ ഇത് നിങ്ങള് പൊടിച്ച് ഇതിനകത്ത് ഒരു 4-5 അടുക്കളാക്കി വെള്ളം ഒഴിച്ച് 200 ലിറ്റർ ആക്കുക. ഇതിന് വെള്ളം ഒഴിച്ച് യു മേക്ക് 200 ലിറ്റേഴ്സ്. ഇലക്കി എടുക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടും. അപ്പൊ നമ്മളൊരു PVC പൈപ്പ് എന്താണെന്ന് വെച്ചാൽ മുകളിൽ ശേഷം ഇത് മൂടി വെക്കുക. മൂടി വെച്ചിട്ട് പിറ്റേ ദിവസം നിങ്ങൾ കാലത്ത് ചെല്ലാൻ നേരത്ത് മൂടി തെറിച്ചിട്ടുണ്ടാവും. പണി തുടങ്ങി നടത്താം. ഒളിക്കുക, തേക്കുക. അപ്പൊ അവിടെ ഗ്യാസ് ഫോം ചെയ്യുമ്പോഴാണ് ഇത് പുഷ് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 260 ലിറ്റർ എടുക്കുന്നത്. കാരണം 200 ലിറ്റർ കഴിഞ്ഞാൽ കുറച്ച് ഗ്യാസ് വേണം. അടുത്ത 15 ദിവസം കാലത്തും വൈകിട്ടും 3 മിനിറ്റ് നേരം ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് ഇതിനിറക്കില്ല. ഇളക്കി കഴിഞ്ഞാൽ ഇത് അല്പാൽപമായി ദഹിച്ച് പുളിച്ച് ഇതിനകത്തേക്ക് ചേരും. ഈ ചേരുന്ന ലായനി ഡിക്കോക്ഷനെയാണ് നമ്മൾ കുനപ്പ ജലം എന്ന് പറയുന്നത്. ഈ കുനപ്പ ജലം 15ാമത്തെ ദിവസം നിങ്ങൾ അരിച്ചെടുക്കുക. പച്ചനെറ്റ് ഉപയോഗിക്കുക. ഈ പച്ചനെറ്റ് ഉപയോഗിച്ചാൽ ഈ പച്ചനെറ്റ് വെച്ചിട്ട് നിങ്ങൾ വെച്ച് കഴിഞ്ഞാല് ഈ സാധനം കിട്ടും. ഈ പുഴു കൊടുത്ത ഇതിനാണ് കുനപ്പ ജലം എന്ന് പറയുന്നത്. ഇപ്പൊ ഞങ്ങൾ കുനപ്പ എന്നാണ് ഷോർട്ടിൽ പറയുന്നത്. ഈ ചണ്ടി ഏറ്റവും നല്ല ഹ്യൂമസ് ആണ്. ഇതിനെ നിങ്ങൾക്ക് തെങ്ങിന്റെ വാഴ ചെട്ട് ഉപയോഗിച്ചാൽ ഇത് നല്ല വളമാണ്. നമുക്ക് വേണ്ട സാധനം ഇതാണ്. ഇതിനാണ് കുനപ്പ ജലം. ഇതിന്റെ ഗുണങ്ങൾ പറയുന്നത് സമസ്ത ഗുണദായിനി സർവ ഗുണവർദ്ധിനി എന്നാണ്. ഏതൊന്നാണോ എല്ലാ ഗുണങ്ങളും നൽകുന്നത്, ഏതൊന്നാണോ ആ ഗുണങ്ങളെ അധികരിപ്പിക്കുന്നത്, അതാണ് അത്ര കുനപ്പ ജലം. അപ്പൊ എന്തൊക്കെയാണോ ഗുണങ്ങളെ കുറിച്ച് വെച്ചത്? 1, കൂടുതൽ വേരുകൾ പൊട്ടാൻ, കായിക വളർച്ച കൂട്ടാൻ, ശരീരം കൂട്ടും. ചീരക്കൊക്കെ വെച്ചാൽ ചീരയുടെ വിധം മാറും. ആന ചെവി പോലെ വരും. ഞാൻ ഫാമില് അസിസ്റ്റന്റ് ആയിരുന്നു അവിടെ മറ്റേ പത്തമ്പുറം ഫാമില്. അപ്പൊ പത്തമ്പുറം ഫാമില് ഞങ്ങളുടെ ജോലി എന്ന് പറയുന്നത് പച്ചക്കറി ഉണ്ടാക്കലല്ല, വിത്ത് ഉണ്ടാക്കലാണ്.
അതല്ലേ? അപ്പൊ പാവല്, പടവലം, ചീര. അപ്പൊ ഈ ചീരക്കൊക്കെ അപ്പൊ എന്റെ അവിടെ വിത്ത് ഞാനവിടെ 4 കൊല്ലായിരുന്നത്. അപ്പൊ 19 വാണിയമ്പലത്തിന് അപ്പുറത്താണ്. അപ്പൊ എന്റെ ഈ വിത്ത് വാങ്ങിക്കാനായിട്ട് പതിരിപ്പാലിൽ നിന്നും വരും, മറ്റേ പെരിന്തൽമണ്ണയിൽ നിന്നും വരും, തൃത്താലയിൽ നിന്നും വരും, തൃശ്ശൂർ ചാലിശ്ശേരി വരെ വരും. അപ്പൊ ഞാൻ ചോദിച്ചു, അവിടെയൊക്കെ കൃഷി ഫാമുകളുണ്ട്, അവിടെയൊക്കെ ഫാമുകളുണ്ട്. അല്ല സാറേ, ഇവിടുത്തെ പാമ്പുവിന് വിത്തിന് തുടിപ്പ് കൂടുതലാണ്, മുളശേഷി കൂടുതലാണ്. കാരണം എന്തുകൊണ്ടാണ്? നമ്മൾ വൃക്ഷായിൽ വരെ ചെയ്തിരുന്നത്. അപ്പൊ ഈ ചീരൊക്കെ ഞാൻ നടന്നു പോകുമ്പോ എന്നെ നോക്കി സംസാരിക്കും, സാർ ഒന്ന് സലാം വെച്ചിട്ട് പൊക്കോടാൻ, നടയൈപ്പാർ ഉടയൈപ്പാർ എന്നത് കണ്ടിട്ട് പോകാൻ അവർ പറയുന്നത്. കാരണം സാർ ഒഴിച്ച് ഞാൻ ആളും പിടുക്കാനായിട്ട് നിൽക്കല്ലേ. സാർ ചെടികൾ നമ്മളോട് സംസാരിക്കും. ഇത് കാര്യം ആർക്കെങ്കിലും സംശയമുണ്ടോ? ആരും സംശയമില്ല. ഞാൻ ഇതിൽ എന്റെ പുസ്തകത്തിൽ ഞാനൊരു ചാപ്റ്റർ ചെയ്തിട്ടുണ്ട്, മ്യൂസിക് ആൻഡ് അഫെക്ഷൻ. ഒരു പുസ്തകത്തിന്റെ ഭാഗമായി, ഓർഗാനിക്കിന്റെ ഭാഗമായി, ഓർഗാനിക് കൃഷിയുടെ ഭാഗമായി സംഗീതവും സ്നേഹവും ഒരു കമ്പോണന്റ് ആയിട്ട് ചേർത്ത ഒരുപക്ഷെ ആദ്യത്തെ ഇന്ത്യയിലത്തെ പുസ്തകമായിട്ട് എന്റെ പുസ്തകം. ഞാൻ ഇതിൽ ഏറ്റവും അത് മറ്റൊരു സബ്ജക്റ്റ് ആയിട്ട് എടുക്കാനായിട്ട് സാറ് തഞ്ചാവൂർ തെരിയുമല്ല, തഞ്ചാവൂർ തെരിയുമല്ല. തഞ്ചാവൂർ വന്നൊരു ചിന്ന പ്രദേശം നല്ല, തഞ്ചാവൂർ വന്നൊരു പെരിയ ഒരിടം. തഞ്ചാവൂരിലെ அந்த பிரகதீஸ்வரா டெம்பிள் இருக்கு, கோயில் இருக்கு. ഏതാണ്ട് 1100 വർഷം താണ്ടിയ ഒരു ക്ഷേത്രമാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, കല്ലിൽ സംഗീതം പൊഴിയണം അല്ലെ? കല്ലിൽ സരിഗമ പദനിസ സന്നിധമ മകരിസ് ഇത് വരണമെങ്കിൽ അതിന്റെ പുറകത്ത് ബുദ്ധി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഈ രാജാവിന് മാത്രം സംഗീതബോധം പോരാ, മന്ത്രിക്ക് വേണം, മേസ്ത്രിക്ക് വേണം, ഫോർമാന് വേണം, അന്ത മൂശാരിക്കും വേണം. അന്ത മൂശാരിക്ക് തിരുത്താൻ കിടക്കും. അപ്പോ മൂശാരിക്ക് വരെ സംഗീതബോധം ഉണ്ടായിരുന്ന ഒരു സാമൂഹ്യ അവസ്ഥ അന്ന് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ അത്ര പെരിയ പെരിയ മാസ്റ്റർ പീസസ് ഉണ്ടായത്. അപ്പോ അന്ന് പശിയില്ലേ, പട്ടിണിയില്ല. തഞ്ചാവൂർ കാവേരി തീരത്തിൽ പശിയില്ലേ, എല്ലാവർക്കും സന്തോഷത്തിലെ, എല്ലാവർക്കും സംഗീതം തെരിയും, ഈ കീർത്തനം തെരിയും. അതിനാൽதான் അന്ന് ഈ പറഞ്ഞ പോലെ വേൾഡ് ക്ലാസ് മനസ്സിലായില്ലേ മോണിമെന്റ്സ് അവർക്ക് പണം പിടിച്ചത്. അല്ലാണ്ട് വരാതെ അപ്പൊ ആ മൂശാരിക്ക് ഇത് കിടിക്കണം, ഇതിന്നാലേ നടക്കുള്ളൂ. അപ്പൊ അത്രയും തൃപ്തികരമായിട്ട്. അപ്പൊ അതൊക്കെ ഈ പറഞ്ഞ പോലെ താങ്ക്സ് ടു വൃക്ഷ അനുവേദ. അപ്പൊ അതിലെന്താ പറയണെന്ന് വെച്ച് കഴിഞ്ഞാല്, നാട്ടരാഗത്തിലെ ഇവര് നാട്ടരാഗത്തിൽ ഒരു സുന്ദരി വന്നിട്ട് ചെലങ്കി അണിഞ്ഞിട്ട് നൃത്തം ചെയ്ത് പുല്ലാങ്കുഴൽ വാദനം, അവിടുത്തെ നടേശൻ ചെട്ടിയാൽ പുല്ലാങ്കുഴൽ വാദനം നടത്തി. അപ്പൊ ഡെക്കാൻ ക്രോണിക്കിളിൽ വന്നിട്ട് ഒരു വാർത്ത. അപ്പൊ ഞാനിത് പുറകെ സഞ്ചരിച്ച് കിട്ടിയ എന്ത് കിട്ടിയെന്ന് കഴിഞ്ഞാല് 12% ഈൽഡ് വർദ്ധനവ് കൺട്രോൾ പ്രോപ്പറുമായിട്ട് നോക്കുമ്പോൾ. നെല്ല് 2 ഏക്കർ ആയിരുന്നു. അപ്പൊ ആ 2 ഏക്കർ 12 എന്ന് വെച്ച് കഴിഞ്ഞാല് സാധാരണ ഇപ്പൊ ഞങ്ങളുടെ കൃഷി വകുപ്പ് ഞങ്ങളുടെ കേരളത്തിൽ 1 ഏക്കർക്ക് 2 ടൺ കിട്ടി കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷനാണ്. അപ്പൊ 12% എന്ന് വെച്ച് കഴിഞ്ഞാല് എവിടെ വന്നാച്ച് അപ്പൊ 240 കിലോ. അപ്പൊ 2.24 ടൺ വന്നു. സാർ ഒരു പാട്ട് പാടിക്കഴിഞ്ഞാല് 240 കിലോ കൂടുകയാണെങ്കിൽ ചെറിയ കാര്യമാണത്. സാർ 2 ടൺ കിട്ടുന്നത് 2240 കിലോ ആയി മാറി. ഒരു പാട്ട് കൊടുത്തതിനാല് ചിന്തകാര്യമാ. നിങ്ങൾ വളം മതിയം കൊടുത്തില്ല. അപ്പൊ എന്തായി? അത് സൗഖ്യത്തിലാണ്. ഏതെന്നാണോ നമ്മൾ സൗഖ്യത്തിലാക്കുന്നത് അത് തന്നെയാണ് പ്രകൃതിയിലെ സമഷ്ടിയിലെ എല്ലാവർക്കും സൗഖ്യപ്പെടുത്തുക. അല്ല അല്ല നമ്മളപ്പോ വേറൊരു ലെവലായി ചെയ്യും. ഈ ഗ്ലബ്സിന്റെ പത്തോടൊക്കെ ഞങ്ങൾ തീർന്നില്ല, നമ്മൾ ആകെ തെറിഞ്ഞു. ഇത് 2 ശബ്ദമാണ്, അതുപോലെ. അപ്പൊ ശബ്ദത്തിന്റെ ഏറ്റവും രസകരമായ വിനിയോഗമാണ്. സാർ ഏതൊന്നാണോ നമ്മളെ സുഖപ്പെടുത്തുന്നത്, ഏതൊന്നാണോ നിങ്ങൾക്ക് സൗഖ്യം തരുന്നത്, അതന്നെയാണ് സമഷ്ടിയിൽ എല്ലാറ്റിനും സൗഖ്യം കൊടുക്കുക. ഇത് കൂടിയത് എന്താ റോക്കറ്റ് സയൻസാണ്, ചിന്ന സയൻസ് തന്നെ. അപ്പൊ ഇതാ ഇന്ത്യയും പണ്ടത്, മനസ്സിലായില്ലേ? അപ്പൊ അതിൽ നാട്ടുരാഗത്തിൽ ചെയ്തു. അത് അവര് പിന്നെ അത് കൂടാതെ അവിടെ തിരുവയ്യാറിലെ അங்கே ഒരു സുബ്രഹ്മണ്യം കോവിൽ இருக்கு. அந்த சுப்பிரமணியம் கோவில்ல ഈ മൃദംഗം, அந்த മൃദംഗത്തില அந்த ஸ்கின் இருக்குல்ல, അത് പണ്ടത് വന്ന് ഈ പ്ലാവോட തടിയാണ്, പ്ലാവിന്റെ തടിയിലാണ് പണ്ടത്. അപ്പോ അത് മൃദംഗം ചെയ്യുന്ന ആളുണ്ട്. അപ്പൊ ആ തച്ചൻ പറയുന്നത് அந்த കോയിലോட പക്കത്തിലുള്ള പ്ലാവിന്റെ തടി കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ അതിന് ഇമ്പം കൂടുതലാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ അമ്പലത്തിൽ നിന്ന് വരുന്ന ഈ സാധനം ഈ
ഇതൊക്കെ കേൾക്കുന്നത് കൊണ്ടാണ് ആ ഇമ്പം കേട്ട് ആ ഫൈൻ ട്യൂണിങ് മൈക്രോസ്കോപ്പിക് നാനോ ലെവലാണ്. അപ്പൊ ഞാൻ എന്റെ പുസ്തകത്തിൽ ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഞാൻ തിരുവല്ലാമലയിലെ രാജ്യനാരായണൻ നമ്മുടെ ഏറ്റവും നല്ല കർഷകനാണ്, യുവ കർഷകൻ അവാർഡാണ്, ഞാൻ അവിടെ ഉള്ളപ്പോഴാണ് അവാർഡ് കിട്ടിയത്. അദ്ദേഹത്തിന്റെ കൃഷിയിടത്തില് ഞങ്ങൾ 70 സെന്റിലെ രക്തശാലി ഞങ്ങൾ ചെയ്തു. ആന്റണിയാണ്, ആന്റണിനെ ഒന്ന് വിളിച്ചിട്ടോ. വരുന്നുണ്ടോ? ആന്റണി വരുന്നുണ്ടോ? നിങ്ങൾ 4 പേരും അടിച്ചേ. ഓക്കെ, രാജ്യനാരായൺ അവിടേക്ക് ഞങ്ങൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാല് രക്തശാലി ചെയ്തപ്പോ സാർ ഞങ്ങൾ 200 രൂപയ്ക്കാണ് അരി വിറ്റത്. എത്ര രൂപയ്ക്ക്? 200 രൂപയ്ക്ക്. അപ്പൊ 2017. അപ്പൊ നിങ്ങൾ ചോദിക്കും 200 രൂപയ്ക്ക് അരി ആരപ്പ വാങ്ങിക്കുക? സന്ദേഹം തന്നെ. 200 രൂപയ്ക്ക് അരി വാങ്ങിക്കും. അപ്പൊ അന്ന് ഒറ്റപ്പാലത്ത്, തിരുവല്ലാമല ഒറ്റപ്പാലം അടുത്താണല്ലോ. ഇത് നടൻ ശ്രീനിവാസന്റെ അൾട്രമീഡിയ ഗ്രൂപ്പ് ഉണ്ട് അവിടെ ആലുവല. അവരിത് കാലത്തെ ഇപ്പൊ KK എക്സ്പ്രസ് അന്ന് 7 പിടിക്കാം ഒറ്റപ്പാലത്ത്, ഇപ്പൊ 2 പിടിക്കാം, 2-2.5 പറ്റാൻ. അപ്പൊ ഇവര് ബാക്കിയുള്ള ഈ അരിയും കൂടെ അവർ പോയി. എന്നിട്ട് അവരവിടെ അൾട്രമീഡിയയിൽ 240 രൂപയ്ക്കാൻ പറ്റാൻ അവരവിടെ അതിന്റെ ചെലവെല്ലാം കഴിഞ്ഞിട്ട് അവർ ചോദിക്കും. അപ്പൊ നിങ്ങൾ ചോദിക്കും 200 രൂപയ്ക്ക് ആരാണ് അരി വാങ്ങിക്കുന്നത്? അപ്പൊ ഞാൻ അതിനൊരു മറുപടി കൂടി പറയാം. ഈ ഒരു മാസം അച്ഛൻ, അമ്മ, 2 മക്കൾ, ഇതാണല്ലോ നമ്മുടെ ഫാമിലി സൈസ്. ഒരു മാസത്തേക്ക് എவ்வளவு കിലോ അരി വേണം? സുല്ലുക. ഒരു മാസത്തേക്ക് അപ്പ, അമ്മ, 2 കുഴந்தை എவ்வளவு കിലോ അരി വേണം? 10 കിലോ, 15 കിലോ, 20 കിലോ ആക്കാം. ഓക്കെ, 200 രൂപയാണെങ്കിൽ എത്ര രൂപ വരും? 200 രൂപയാണെങ്കിൽ എത്ര കിലോ? 4000 രൂപ. സാർ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ പാഞ്ഞാട് അഗ്രികൾച്ചർ ഓഫീസറായിരുന്നു, നമ്മുടെ യാഗം നടന്ന സ്ഥലം. ഞാൻ 5 കൊല്ലത്തെ അഗ്രികൾച്ചർ ഓഫീസറായിരുന്നു. അപ്പൊ എനിക്കൊരു SS കോൺട്രാക്ട് ഉണ്ട്. ആര് കൃഷി സ്ഥലത്തേക്ക് വിളിച്ച SS കഴിക്കണേ ഞാൻ പോകും. കാരണം ഞാൻ പറഞ്ഞു, ഞാൻ നെല്ലിൽ ജനിച്ച ഒരാളാണ്, ആദ്യം വിളിച്ചാൽ ഞാൻ പോകും. അപ്പൊ അവിടെ 18 എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു. ഞാൻ 17 ഏക്കർ, 20 ഏക്കർ, 32 ഏക്കർ. അവർ തിരുവിതാംകൂറിലെ ചേട്ടന്മാരാണ് മിക്കവാറും എസ്റ്റേറ്റ്. കാരണം അവരുടെ കാശുള്ളൂ, നമ്മുടെ അവിടെ ആൾക്കാർ കഴിക്കുമ്പോൾ കാശില്ല. അപ്പൊ ഇവര് ഞാൻ 20 ഏക്കർ, 22 ഏക്കർ എന്നൊക്കെ പറയുമ്പോൾ 5 ഏക്കർ വരെയുള്ള ആൾക്കാർക്ക് ഞങ്ങൾക്ക് സബ്സിഡി കൊടുക്കാം. കാരണം സ്മാൾ ഫാർമേഴ്സാണ്. 5 ഏക്കർ കഴിഞ്ഞാല് അപ്പൊ ഇതിന് കുറെ കവുങ്ങുണ്ടാവും, കുറെ തെങ്ങുണ്ടാവും, കുറെ പച്ചക്കറി വാഴിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, കർഷകരെ എങ്ങനെയും സഹായിക്കണമല്ലോ. ഇയാള് വൻകിട എന്ന് പറഞ്ഞിട്ട് ഞാൻ സഹായിക്കാതിരിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഞാൻ 3-4 സർവേ നമ്പർ ഉണ്ടാവും നിങ്ങൾക്ക്. അപ്പൊ ഞാൻ എനിക്ക് പറ്റിയ ഒരു റെസീറ്റ് ഞാൻ എടുക്കും. റെസീറ്റ് എടുത്തിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പൊ അവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് ലോനപ്പ ഡ്രൈവറാണ്. അപ്പൊ ഞാൻ വലിയ വണ്ടികളാണ്, ഈ വലിയ വണ്ടിയിൽ വരും. അപ്പൊ എന്നെ ഉച്ചയ്ക്ക് കൊണ്ട് കൊണ്ടുപോകും. ഉച്ചയ്ക്ക് കൊണ്ടുപോകുമ്പോൾ എന്ത് കഴിഞ്ഞാൽ എസ്റ്റേറ്റിൽ ഒരു ബംഗ്ലാവ് ഉണ്ടാവും. അപ്പൊ ഞാൻ ഇതൊക്കെ കണ്ടുവരുമ്പോഴേക്കും ഇല മുറിച്ച് വെച്ചിട്ട് എനിക്ക് അവിടെ ഭക്ഷണം തുടങ്ങി. തൊട്ടപ്പുറത്ത് വർഗീസ്, ഞാൻ നോക്കുമ്പോൾ പെട്ടിയാണ്. ഈ പെട്ടിക്കകത്തുനിന്ന് ചുവപ്പ്, മഞ്ഞ, പച്ച ക്യാപ്സൂളാണ് നിൽക്കുന്നത് ഈ കക്ഷി. അപ്പൊ എനിക്ക് എന്തൊക്കെ വിളമ്പിയോ ഇതൊന്നും അങ്ങേർക്കില്ല. എന്റെ ഇടയിൽ ഇതൊക്കെ വിളമ്പിയില്ല. അപ്പൊ കഴിച്ചു, സാർ എനിക്ക് ഇതൊന്നും കഴിക്കാൻ പറ്റില്ല. എനിക്ക് എന്തൊക്കെ വിളമ്പിയതൊന്നും അയാൾക്ക് കഴിക്കാൻ പറ്റില്ല. അയാൾ കഴിക്കുന്നത്. അപ്പോഴാണ് ഞാൻ ഈ ഓട്സിന്റെ കഞ്ഞി ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന അവിടെ വെച്ചിട്ടാണ് 98. അപ്പൊ ഈ ഓട്സിൽ ഒരു ഡവറയില്ല, ഓട്സിന്റെ കഞ്ഞി ഉണ്ടാക്കി ഇയാളൊരു സ്പൂണും വെച്ചിട്ട് പിന്നെ കഴിക്കാൻ സാധനങ്ങളാണ് ചുവപ്പ്, മഞ്ഞ, പച്ച. 57, 58. അപ്പൊ ഞാൻ ഈ കണ്ട മുതലാളിമാരൊക്കെ തന്നെ 60 കഴിഞ്ഞ ഒരാൾ പോലും ഇല്ല. 57, 58, 55 കുറെ പരിചയമായി പകർത്തിട്ട് പറയുകയാണ്. സാർ, ആയ കാലത്ത് കുറെ വെട്ടിപ്പിടിച്ച് കുറെ സാധനങ്ങൾ ഉണ്ടാക്കി. ഇപ്പൊ ഒന്നും എനിക്ക് കഴിക്കാൻ പോകും. ഏത്? നീ എന്തൊക്കെ കോടികൾ ഉണ്ടാക്കിയോ, നീ എന്തൊക്കെ പടുത്തുയർത്തിയോ, ഇതൊന്നും തന്നെ ഇപ്പൊ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് എന്താണ് സാർ സന്തോഷം? ഞാൻ ചുമ്മാ ഒരു പേജ് കേൾക്കാം. സന്തോഷം എന്ന് വെച്ചാൽ എന്താ? കോടികളാണോ? വലിയ വീടാണോ? വലിയ കാറാണോ? കുറെ സ്വർണങ്ങളാണോ? ഞാനൊന്ന് പറയട്ടെ, മനസ്സുദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് ശരീരത്തിന് ചെല്ലാൻ കഴിയും അല്ലെ? അപ്പൊ ആ മണ്ടയുടെ മുകളില് നല്ലൊരു സരോവരം